ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, തിങ്കളാഴ്ചകളിൽ മഗ്‌രിബിന് ശേഷം നാം വായിച്ചുകൊണ്ടിരിക്കുന്ന കിതാബ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ സാദുൽ മആദ് ഫി ഹദി ഖൈറുൽ ഇബാദ് എന്ന കിതാബാണ്. റമളാനിന് മുമ്പ് നാം ഒരു ഭാഗത്ത് വായിച്ച് നിർത്തിയിരുന്നു. ഇനി അടുത്ത നമുക്ക് വായിക്കാനുള്ളത് സലാത്തുൽ ഖൗഫുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഈ കിതാബ് നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, അത് വിശ്വാസത്തിലുണ്ട്, ഇബാദത്തുകൾ കർമ്മങ്ങളിലുണ്ട്, സ്വഭാവങ്ങളിൽ, പെരുമാറ്റങ്ങളിൽ, ജിഹാദിൽ, എല്ലാ മേഖലയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക എന്താണ് എന്ന് ചർച്ച ചെയ്യുന്ന കിതാബാണ്. അപ്പോൾ ഇതിൽ നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത് ആദ്യ ഭാഗത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ത്വഹാറത്ത് പറഞ്ഞു, ഇബാദത്തുകളിൽ തൗഹീദിനെ പറ്റി പറഞ്ഞു. അതിനുശേഷം നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. നിസ്കാരത്തിൽ ഓരോ നിസ്കാരങ്ങൾ, ഫർള്, ജുമുഅ, റവാത്തിബ്, രാത്രി നിസ്കാരം, ദുഹാ നിസ്കാരം, അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അടുത്ത ഫസ്ല് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ നിസ്കാരത്തിൻ്റെ ഈ ഭാഗത്തിലെ അവസാനത്തെ ഫസ്ലായി കൊടുക്കുന്നത് ഫസ്ലുൻ ഫി ഹദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സലാത്തിൽ ഖൗഫി. ഭയപ്പാടുള്ള സമയത്തുള്ള നിസ്കാരം, ഭയമുള്ള സമയത്തുള്ള നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഫസ്ലിൽ പറയുന്നത്. നമുക്കറിയാം, ഖൗഫ്, ഭയം ഉള്ള സമയത്തുള്ള നിസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, കുഫാറുകൾ, അവർ ഏതെങ്കിലും തരത്തിൽ മുസ്ലിമീങ്ങളെ ആക്രമിക്കും, അല്ലെങ്കിൽ ഉപദ്രവം ഉണ്ടാക്കും, അല്ലെങ്കിൽ യുദ്ധ സന്ദർഭങ്ങളിൽ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, നിസ്കാരത്തിൻ്റെ രൂപത്തിലുള്ള വ്യത്യാസം എങ്ങനെയാണ് എന്നതാണ് ഈ ഫസ്ലിൽ ചർച്ച ചെയ്യുന്നത്. ഇത് നമുക്കറിയാം, ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് നിസ്കാരത്തിൻ്റെ ഫദ്ലും പ്രാധാന്യവുമാണ്. കാരണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുമ്പോഴും കുഫാറുകൾ യുദ്ധത്തിനൊരുങ്ങി നിൽക്കുന്ന ആ സന്ദർഭത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹാബികളോടും അഥവാ മുസ്ലിമീങ്ങളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിസ്കരിക്കണം, നിസ്കാരം ഒരു കാരണത്താലും എന്തായി പോകുന്നില്ല, ഒഴിവായി പോകുന്നില്ല. ഒരാൾ യാത്രക്കാരനല്ല, നാട്ടിലുണ്ട്, അവൻ്റെ മേലെ അവൻ നിസ്കരിക്കണം. യാത്രക്കാരനാണ്, അവൻ നിസ്കരിക്കണം. നിസ്കാരത്തിൽ റക്അത്ത് എണ്ണങ്ങളിൽ കുറച്ചിട്ടാണ് നിസ്കരിക്കണം. രോഗിയാണ്, അവൻ നിസ്കരിക്കണം. അവൻ എങ്ങനെയാണോ കഴിയുന്നത് അങ്ങനെ നിസ്കരിക്കണം. അവന് വുളു എടുക്കാനേ പറ്റുന്നില്ല, എന്നാലും അവൻ നിസ്കരിക്കണം. അല്ലെങ്കിൽ അവൻ കിടന്ന കിടപ്പിലാണ്, എന്നാലും അവൻ നിസ്കരിക്കണം. യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നാലും അവൻ നിസ്കരിക്കണം. എങ്ങനെയാണ് ഈ സന്ദർഭങ്ങളിൽ? അതൊരു ആംഗ്യം കാണിച്ചുകൊണ്ടാണെങ്കിലും നിസ്കാരം എന്നുള്ള ആ ഇബാദത്ത് അവിടെ നിർവഹിച്ചിരിക്കണം. ഒരു കാരണത്താലും നിസ്കാരം ഒരാളിൽ നിന്നും ഒഴിവായി പോകുന്നില്ല. അപ്പോൾ ഈ ഫസ്ലിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ചർച്ച ചെയ്യുന്നത് യുദ്ധ സന്ദർഭത്തിലുള്ള നിസ്കാരത്തെ പറ്റിയാണ്. അപ്പോൾ യുദ്ധ സന്ദർഭത്തിലുള്ള നിസ്കാരം പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി നിൽക്കുന്ന, അല്ലെങ്കിൽ സൈന്യങ്ങൾ തമ്മിൽ നിൽക്കുന്ന ഒരു സന്ദർഭവും ഉണ്ടാവും. യുദ്ധം നടക്കുന്ന സന്ദർഭങ്ങളുണ്ടാവും. അപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, പോരാടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണെങ്കിൽ ആംഗ്യങ്ങൾ കാണിച്ചു മറ്റുമെല്ലാണ് നിസ്കാരം നിർവഹിക്കുന്നത്. ഓരോ ആളുകൾ വ്യക്തിപരമായി ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നാൽ അല്ലാത്ത സമയത്തുള്ള, യുദ്ധം തുടങ്ങിയിട്ടില്ല, എന്നാൽ ശത്രുക്കൾ അവിടെ ഉണ്ട്, ഏത് സമയത്തും യുദ്ധം ആരംഭിക്കാം എന്നുള്ള നിലക്ക് നിൽക്കുമ്പോൾ നിസ്കരിക്കേണ്ട രൂപമാണ് പ്രധാനമായിട്ടും ഈ ബാബിൽ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു യുദ്ധ സന്ദർഭത്തുള്ള നിസ്കാരത്തിന്റെ ആയത്തുകൾ എന്ന് പറയുന്നത് സൂറത്തുൻ നിസായിലെ 101, 102 ആയത്തുകളാണ്. സൂറത്തുൻ നിസായിലെ 101, 102 ആയത്തുകളിലാണ് ഖസ്റായി നിസ്കരിക്കുന്നതും അഥവാ നിസ്കാരം വെട്ടിക്കുറച്ചുകൊണ്ട് നിസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ ആയത്തിറങ്ങിയ സന്ദർഭം എന്നുള്ളത് അബൂ ദാവൂദ്, നസായി എന്നിവരെല്ലാം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ
അബു അയ്യാഷ് അസ്സുറഖി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാം. ഉസ്ഫാൻ എന്നുള്ള പ്രദേശത്ത് വെച്ച് ഒരു യുദ്ധം നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്, സഹാബികളുണ്ട്, അപ്പുറത്ത് മുശ്രിക്കീങ്ങളുണ്ട്. മുശ്രിക്കീങ്ങളുടെ നേതാവായിട്ട്, യുദ്ധ സൈന്യത്തിന്റെ നേതാവായിട്ട് അന്ന് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അങ്ങനെ ആ സന്ദർഭത്തിൽ ളുഹർ നിസ്കരിക്കാൻ വേണ്ടി മുസ്ലിമീങ്ങൾ അന്ന് എന്തിറങ്ങിയിട്ടില്ല, ഈ ആയത്തുകൾ ഇറങ്ങിയിട്ടില്ല. ഭയപ്പാടുള്ള സമയത്ത് നിസ്കാരം എന്നുള്ള ആയത്തുകൾ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ളുഹറിന്റെ സമയമായപ്പോൾ മുസ്ലിമീങ്ങൾ എന്ത് ചെയ്തു? അവർക്ക് നിസ്കാരം വളരെ പ്രധാനത്തോടു കൂടി ശ്രദ്ധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ യുദ്ധ സന്ദർഭത്തിൽ ശത്രുക്കളുണ്ട്, ആക്രമിക്കാൻ വരുന്നുണ്ട്, അങ്ങനെയൊന്നും അതൊന്നും വലിയ പരിഗണിക്കാതെ അവരെന്ത് ചെയ്തു? ജമാഅത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിൽ അവർ നിസ്കാരം നിർവഹിച്ചു. ഈ സമയത്ത് മുശ്രിക്കീങ്ങൾ ഇത് കണ്ടു. അപ്പൊ മുശ്രിക്കീങ്ങൾ പരസ്പരം പറഞ്ഞു, ലഖദ് അസബ്നാ ഗിർറതൻ ലഖദ് അസബ്നാ ഗഫ്ലതൻ, നമ്മൾ വഞ്ചിക്കപ്പെട്ടു, അത് നമ്മൾ അശ്രദ്ധയിലാക്കപ്പെട്ടു. എന്നിട്ട് അവർ പറഞ്ഞു, ലൗ കുന്നാ ഹമൽനാ അലൈഹിം വഹും ഫിസ്സലാത്ത് ഫനസൽ. അപ്പോൾ അവർ പറഞ്ഞു, മുശ്രിക്കീങ്ങൾ പറഞ്ഞു, നമുക്ക് അവരുടെ മേലെ അവർ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്താൽ മതി? അവരെ തോൽപ്പിച്ചാൽ മതി, അവരോട് ഏറ്റുമുട്ടിയാൽ മതി. അപ്പൊ നമുക്ക് പെട്ടെന്ന്, കാരണം പ്രതിരോധിക്കാനുള്ള ഒരു അവസരം, ആയുധങ്ങൾ എടുക്കാനുള്ള ഒരു സമയം, ഇതൊന്നുമില്ലാതെ പെട്ടെന്ന് ആക്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജയിക്കാം എന്ന് പറഞ്ഞു. ആ സമയത്ത് അപ്പോൾ ളുഹർ കഴിഞ്ഞു, അടുത്ത അസ്റാണ് നിസ്കരിക്കാനുള്ളത്. അപ്പൊ ആ സമയത്താണ് സൂറത്ത് നിസായിലെ ഈ ആയത്തുകൾ ഇറങ്ങിയത് എന്നാണ് മുഫസ്സിരീങ്ങൾ ഈ ഹദീസിൽ പറയുന്നത്. ഫനസലത് ആയത്തുൽ ഖസ്രി ബൈന ദുഹരി വൽ അസ്ർ. ഈ ളുഹറിന്റെയും അസ്റിന്റെയും ഇടയിൽ ഈ ഭയപ്പാടുള്ള അല്ലെങ്കിൽ യുദ്ധസമയത്തുള്ള നിസ്കാരത്തിന്റെ ആയത്തിറങ്ങി. അപ്പൊ അസറിന്റെ സമയത്ത് ശത്രുക്കൾ എന്താ വിചാരിക്കുന്നത്? അവരൊരുങ്ങി നിൽക്കുന്നത് എന്തിനാ? മുസ്ലിമീങ്ങൾ അസർ നിസ്കരിക്കുമ്പോൾ പെട്ടെന്ന് ആക്രമിക്കണം എന്നാണ്. പക്ഷേ യുദ്ധസമയത്തുള്ള നിസ്കാരം പെട്ടെന്ന് വേറെ രൂപത്തിൽ അവർ നിസ്കരിക്കുന്ന കണ്ട്. യുദ്ധസമയത്തുള്ള നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും ശത്രുക്കൾക്ക് നേരെ ആരുണ്ടാവും? കുറച്ച് മുസ്ലിങ്ങൾ അവിടെ ആയുധവുമായിട്ട് നിൽക്കുന്നുണ്ടാവും. നിസ്കാരത്തിലാണെങ്കിൽ പോലും അവരങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോ അവരത്ഭുതപ്പെട്ടു. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലക്കല്ലാതെ ഈ കുറഞ്ഞ സമയത്ത് ളുഹർ കഴിഞ്ഞിട്ട് അവർ പ്ലാൻ ചെയ്ത് നിൽക്കുകയാണ്. ഇതാർക്കറിയില്ല? മുസ്ലിമീങ്ങൾക്കറിയില്ല. ആ സമയത്ത് വഹി ഇറക്കിക്കൊണ്ട് അവർ ഈ നിസ്കാരത്തിന്റെ രൂപത്തിൽ ഇത്ര കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടിയ രൂപം മാറ്റാൻ മനുഷ്യന്മാരെ കൂടി സാധിക്കൂല. അവരറിഞ്ഞിട്ടുമില്ല. അവർ ചിന്തിച്ച് ഒരു രൂപം കൊണ്ടുവരുമ്പോഴത്തേനും എന്താവും? കുറെ കാലം പിടിക്കും ഒരു രൂപം മാറ്റി വരുമ്പോഴത്തേനും. പക്ഷെ അസ്റാവുമ്പോഴേക്കും ആ നിസ്കരിച്ച രൂപത്തിൽ തന്നെ മാറ്റം വന്ന് അവർ നിസ്കരിച്ചത് ശത്രുക്കൾക്ക് അത്ഭുതത്തോടു കൂടി അവർ നിൽക്കുന്ന അവസ്ഥയാണ് പിന്നീട് ഉണ്ടായത്. അപ്പൊ ആ ഹദീസിൽ നിസ്കാരത്തിന്റെ രൂപം പറയുന്നുണ്ട്. നമുക്ക് ഈ കിതാബ് വായിക്കുമ്പോൾ വിശദീകരിക്കാം. അതിനു മുമ്പ് ഇത് കിതാബിലേക്ക് കടക്കുന്നതിന് മുമ്പ് സൂറത്ത് നിസായിലെ 101, 102 ആയത്തുകളുടെ ആശയം ചെറുതായിട്ടൊന്ന് പറയാം. പിന്നെ നിസ്കാരത്തിന്റെ രൂപം പറയുമ്പോൾ കൂടുതൽ അത് മനസ്സിലാകും. ഈ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, വഇദാ ദറബ്തും ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഫലൈസ അലൈക്കും ജുനാഹുൻ അൻ തഖ്സുറൂ മിനസ്സലാ, നിങ്ങൾക്ക് നിസ്കാരം ചുരുക്കി നിസ്കരിക്കുന്നതിന് കൊണ്ട് നിങ്ങളുടെ മേലെ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. നിസ്കാരം ചുരുക്കി നിസ്കരിക്കാവുന്നതാണ്. ഇൻ ഖിഫ്തും അൻ യഫ്തിനകുമുല്ലദീന കഫറൂ, അതുപോലെ തന്നെ കുഫാറുകൾ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ കുഴപ്പത്തിലാക്കും, നിങ്ങൾ ഉപദ്രവിക്കുമെന്ന് ഭയപ്പെടുന്ന സന്ദർഭത്തിലും നിങ്ങൾക്ക് നിസ്കാരം ചുരുക്കി നിസ്കരിക്കാം. ഇന്നൽ കാഫിരീന കാനൂ ലക്കും അദുവ്വൻ മുബീന, കുഫാറുകൾ നിങ്ങൾക്ക് പ്രത്യക്ഷമായിട്ടുള്ള ശത്രു തന്നെയാണ്. വഇദാ കുൻത ഫീഹിം, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാണ്, നബിയെ താങ്കൾ അവരുടെ കൂട്ടത്തിലുള്ള സമയത്ത് ഫഅഖംത ലഹുമുസ്സലാ, നീ അങ്ങനെ നിസ്കാരത്തിന് നേതൃത്വം നിൽക്കുന്ന ആ സന്ദർഭത്തിൽ ഫൽതഖും ത്വായിഫത്തും മിൻഹും മഅക്, അവരുടെ കൂട്ടത്തിൽ നിന്ന് അഥവാ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ നിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കട്ടെ. വലിയഖുദു അസ്ലിഹതഹും, അവർ അവരുടെ ആയുധമേറ്റിക്കൊണ്ട്. നിസ്കരിക്കുന്ന സമയത്ത് എന്ത് വേണം? പെട്ടെന്നൊരു അക്രമം വന്നാൽ യുദ്ധം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആയുധമേറ്റിക്കൊണ്ടായിരിക്കണം അവർ നിസ്കരിക്കേണ്ടത്. ഫഇദാ സജദു, അങ്ങനെ അവർ സുജൂദ് നിർവഹിച്ചു കഴിഞ്ഞാൽ ഫൽയകൂനു മിൻ വറായിക്കും വൽതഅതി ത്വായിഫത്തുൻ ഉഖ്റ, അവർ അവരുടെ പിന്നിലേക്ക് മാറി നിൽക്കുകയും നിസ്കരിക്കാത്ത മറ്റേ സംഘം വന്ന് അവരുടെ സ്ഥാനത്ത് ചെയ്യട്ടെ. ലം യുസല്ലു ഫൽയുസല്ലു മഅക്, നിന്റെ കൂടെ അവർ വന്ന് നിസ്കരിക്കുകയും ചെയ്യട്ടെ. നമ്മൾ വിശദീകരിച്ച് പറയും ഈ കിതാബ് വായിക്കുമ്പോൾ. വലിയഖുദു ഹിദ്റഹും വഅസ്ലിഹതഹും, അവരവരുടെ ആയുധം എടുക്കുകയും അതുപോലെ തന്നെ ഏത് സമയത്തും ഒരക്രമം പ്രതീക്ഷിച്ച് നിൽക്കുന്ന അവസ്ഥയിലുമാണ് നിൽക്കേണ്ടത്. വദ്ദല്ലദീന കഫറു, അതാ കുഫാറുകൾ അവർ കൊതിച്ചു പോകുന്നു. ലൗ തഗ്ഫുലൂന അൻ അസ്ലിഹതികും വഅംതിഅതികും,
നിങ്ങൾ നിങ്ങളുടെ ആയുധങ്ങളെക്കുറിച്ചും നിങ്ങളുടെ വസ്തുക്കളെക്കുറിച്ചുമെല്ലാം ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഫയമീലൂന അലൈക്കും മൈലൻ വാഹിദ, നിങ്ങളെ ഒറ്റയടിക്കങ്ങട് ഒരു ആക്രമിച്ച് തോൽപ്പിച്ചു കളയാമെന്ന് അവർ കരുതുന്നു. എന്നിട്ട് പറഞ്ഞു വലാ ജുനാഹ അലൈക്കും, ഇനി നിങ്ങളുടെ മേലെ കുറ്റമില്ല. ഇൻ കാന ബിക്കും അദൻ മിൻ മതറിൻ ഔ കുൻതും മർളാ അൻ തളഉ അസ്ലിഹതകും, ഇനി നിസ്കരിക്കുന്ന സമയത്ത് മഴ കാരണത്താലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രോഗം ബുദ്ധിമുട്ടുള്ള ആളുകൾക്കോ ഈ ആയുധം എന്ത് നിസ്കരിക്കണ്ടേ? വാളുമൊക്കെ നല്ല ഭാരമുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ മഴ കാരണം ചെളിയും മറ്റുമായിട്ട് ഇത് പിടിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ നിസ്കരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ രോഗം കാരണത്താൽ വാള് ഏന്താൻ പറ്റുന്നില്ല, നിസ്കരിക്കുന്ന സമയത്ത് അത് നിങ്ങൾക്ക് ഒഴിവാക്കി വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. വഖുദൂ ഹിദ്റക്കും, പക്ഷേ ഒരു അക്രമം, പെട്ടെന്നുള്ള ഒരു അക്രമം പ്രതീക്ഷിച്ചു കൊണ്ടായിരിക്കണം. ഇന്നല്ലാഹ അഅദ്ദ ലിൽ കാഫിരീന അദാബൻ മുഹീന, അള്ളാഹു സുബ്ഹാനഹു വ തആല കുഫാറുകൾക്ക് നിന്ദ്യമായിട്ടുള്ള ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് സ്വലാത്തുൽ ഖൗഫുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ വന്നിട്ടുള്ള ആയത്ത്. പിന്നെ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് നമുക്കുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരം നിർവഹിച്ച് കാണിച്ചു തന്ന മാതൃകകളാണ്. അത് എത്ര രീതിയിലുണ്ട് എന്നുള്ളയിടത്ത് ഉലമാക്കൾ പല അഭിപ്രായത്തിലാണ്. ഇമാം അഹ്മദ് 6 രൂപത്തിലുണ്ട്, 7 രൂപത്തിലുണ്ട്, ചില പണ്ഡിതന്മാർ 14 രൂപത്തിലുണ്ട്, പല രീതിയിലുണ്ട് എന്ന് പറഞ്ഞു കാണാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ചില രീതികളുണ്ട്. അതുപോലെ തന്നെ ഇതിൽ കുറച്ച് വിശാലതയുള്ളത് ആ യുദ്ധത്തിന്റെയും ആ ഒരു സന്ദർഭവും അനുസരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും നിസ്കരിക്കാം എന്നുള്ളതാണ്. അപ്പൊ പ്രധാനമായിട്ടുള്ള 3-4 രീതികൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ കിതാബിൽ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിലേക്കാണ് വരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആയത്ത് തന്നെയാണ് നിസ്കാരം ഖസ്റായി നിസ്കരിക്കാനുള്ള ആയത്ത്. ഖസ്റായി നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമുള്ള ഖസ്ർ എന്താണ്? യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ ളുഹർ 4 റക്അത്തുള്ള നിസ്കാരം നമ്മൾ എത്ര റക്അത്തായി നിസ്കരിക്കും? ളുഹറോ 4 റക്അത്തുള്ള ളുഹർ, അസ്ർ, ഇശാ നിസ്കാരങ്ങൾ 2 റക്അത്തായി ചുരുക്കി നിസ്കരിക്കുന്നതിന് എന്ത് പറയാ? ഖസ്ർ എന്ന് പറയാം. അപ്പൊ ഖസ്ർ എന്ന് പറഞ്ഞാൽ 2 രീതിയിലുണ്ട്. ഒന്ന്, നമ്മൾ സാധാരണ നമുക്ക് പരിചയമുള്ള നാം ചെയ്തു വരുന്ന റക്അത്തുകളുടെ എണ്ണം കുറച്ചുകൊണ്ടുള്ളത്. 4 റക്അത്തുകളുള്ള നിസ്കാരം 2 റക്അത്തായി ചുരുക്കി നിസ്കരിക്കുന്നത്. രണ്ടാമത്തെ ഒരു ഖസ്റുണ്ട്. അതെന്താണ്? നിസ്കാരത്തിന്റെ അർക്കാനുകൾ ചുരുക്കിക്കൊണ്ട്. ഇപ്പൊ നിസ്കാരത്തിന് റുക്കുനുകളുണ്ട്, റുക്കോ, സുജൂദ്, ഓരോ റക്അത്തിലും ഉള്ളത്. ആ റക്അത്തുകളുടെ എണ്ണം കുറക്കുക എന്നുള്ളത് ഒരു തരത്തിലുള്ള ഖസ്ർ. രണ്ടാമത്തെ ഖസ്ർ നിസ്കാരത്തിന്റെ രൂപം, സിഫത്ത്, റുക്കോയിന്റെ രൂപം, സുജൂദിന്റെ രൂപം, അല്ലെങ്കിൽ സലാം വീട്ടുന്ന സമയം, അല്ലെങ്കിൽ റുക്കോയിന്റെ രീതി, അല്ലെങ്കിൽ ഏത് സമയത്ത് ചെയ്യണം, അങ്ങനെയുള്ള റുക്കുനുകളിൽ, സിഫത്തുകളിൽ നിസ്കാരത്തിന്റെ രൂപത്തിൽ ചുരുക്കുന്ന ഒരു രീതിയുണ്ട്. അത് പിന്നെ അർക്കാനുകളിലുള്ള ഖസ്ർ. അപ്പോൾ ഈ 2 തരത്തിലുണ്ട്. ഇനി എപ്പോഴാണ് ഖസ്ർ അനുവദനീയമായിട്ടുള്ളത്? ഈ ആയത്തിൽ തന്നെ പറഞ്ഞു 2 സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖസ്ർ അനുവദനീയമാക്കിയിട്ടുള്ളത്. ഒന്ന്, യാത്രക്കാരനായിരിക്കുന്ന സന്ദർഭത്തിൽ. 2, ശത്രുക്കളുടെ അക്രമം ഭയപ്പെടുന്ന സന്ദർഭത്തിൽ. ഈ 2 സന്ദർഭത്തിൽ ഖസ്ർ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ 2 കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഖസ്റാക്കി നിസ്കരിക്കുന്ന ഒരവസ്ഥ എന്നുള്ളത് 4 ആക്കി നമുക്ക് തിരിക്കാം. ഒന്ന്, യാത്രയും ഭയവും ഒപ്പമുള്ള സന്ദർഭത്തിൽ. യാത്രയുമാണ്, ശത്രുക്കളുടെ അക്രമം ഭയപ്പെടുന്നുണ്ട്, അങ്ങനെ ഒരു സന്ദർഭം. 2, ഭയം മാത്രമേ ഉള്ളൂ, അതായത് യാത്രക്കാരനല്ല, ശത്രുക്കൾ ആക്രമിക്കുമെന്നുള്ള ഭയം മാത്രമുള്ള സന്ദർഭം. 3, യാത്ര മാത്രമേ ഉള്ളൂ, ശത്രുക്കളുടെ അക്രമം ഭയപ്പെടുന്നില്ല, യാത്ര മാത്രമേ ഉള്ളൂ, അങ്ങനെ ഒരു സന്ദർഭം. 4, യാത്രയുമില്ല, ശത്രുക്കളുടെ ഭയവുമില്ല, ഉപദ്രവിക്കുന്നുള്ള ഭയവുമില്ല, അങ്ങനെയുള്ള ഈ സന്ദർഭം. ഈ 4 സന്ദർഭങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഇനി ഈ 4 സന്ദർഭങ്ങളിൽ എങ്ങനെയൊക്കെ ഖസ്റാക്കാം, എപ്പോഴൊക്കെ എണ്ണത്തിൽ ചുരുക്കാം, എപ്പോഴൊക്കെ രൂപത്തിൽ ചുരുക്കാം എന്നുള്ളതാണ്. അതിൽ ഒന്നാമത് നമ്മൾ പറഞ്ഞ എന്താണ്? യാത്രയും ഭയവും ഒരുമിച്ച് വന്നു. ഒരാൾ യാത്രക്കാരനാണ്, അതേ സമയത്ത് തന്നെ ശത്രുക്കളുടെ ഉപദ്രവം വരുമെന്നുള്ള ഭയവും ഉണ്ട് എന്ന് വിചാരിക്കുക. ആ സന്ദർഭത്തിൽ അയാൾക്ക് റക്അത്തുകളുടെ എണ്ണവും ചുരുക്കാം, അർക്കാനുകളുടെ നിസ്കാരത്തിന്റെ രൂപവും ചുരുക്കാം. റക്അത്തുകളുടെ എണ്ണവും ചുരുക്കാം, നിസ്കാരത്തിന്റെ രൂപവും ചുരുക്കാം, യാത്രവും ഭയവും ഒരുമിച്ചുണ്ട് എങ്കിൽ. ഇനി ഒരാൾ ഭയം മാത്രമേ ഉള്ളൂ, യാത്രക്കാരനല്ല, ഭയം മാത്രമേ ഉള്ളൂ, യാത്രക്കാരനല്ല, അങ്ങനെയുള്ള സന്ദർഭത്തിൽ അവർക്ക് എന്ത് ചെയ്യാം? രൂപം കുറക്കാം. നിസ്കാരത്തിന്റെ 4 റക്അത്തുള്ള നിസ്കാരം 4 റക്അത്ത് തന്നെ നിസ്കരിക്കണം. പക്ഷെ നിസ്കാരത്തിൽ റുക്കൂഇന്റെയും സുജൂദിന്റെയും എല്ലാം രൂപങ്ങൾ കുറച്ചുകൊണ്ട്, മാറ്റിക്കൊണ്ട്, കുറച്ചുകൊണ്ട് നിസ്കരിക്കാം. എങ്ങനെയാണ് നമ്മൾ പറയും.
മൂന്നാമത്തേത് നമ്മൾ പറഞ്ഞു യാത്ര മാത്രമുള്ള സന്ദർഭം. യാത്ര മാത്രമാണ്, ഭയമല്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ എണ്ണത്തിൽ കുറക്കാം, രൂപം ചെയ്യാൻ പറ്റൂല, മാറ്റാൻ പറ്റൂല. നിസ്കാരത്തിന്റെ രൂപം അതുപോലെ തന്നെ ചെയ്യണം. 4 റക്അത്തുള്ളത് 2 റക്അത്തായിട്ട് നിസ്കരിക്കാം യാത്രക്കാരന്റെ സന്ദർഭത്തിൽ. നാലാമത്തേത് നമ്മൾ പറഞ്ഞു യാത്രയുമില്ല ഭയവുമില്ല. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ സാധാരണ നിസ്കരിക്കുന്നത് പോലെ കൃത്യമായി 4 റക്അത്തുള്ള നിസ്കാരം, റുക്കൂഉം സുജൂദും എല്ലാം കൃത്യമായി കൊണ്ട് തന്നെ നിസ്കരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകേണ്ടത്. ഈ 4 അവസ്ഥകളാണ് ഈ ഖൗഫിന്റെ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന അവസ്ഥ. ഇനി നമുക്ക് കിതാബിലേക്ക് കിടക്കാം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഈ സ്വലാത്തുൽ ഖൗഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയും അതിന്റെ രീതികളും പറയുന്നത്. അദ്ദേഹം പറയുന്നു, അബാഹല്ലാഹു ലഹു ഖസ്റ അർകാനിസ് സ്വലാ വഅദദിഹാ ഇദാ ഇജ്തമഅൽ ഖൗഫു വസ്സഫർ. അല്ലാഹു സുബ്ഹാനഹു വതആല അനുവദിച്ചിട്ടുണ്ട് നിസ്കാരത്തിന്റെ റുക്നുകളിൽ, നിസ്കാരത്തിന്റെ റുക്നുകൾ പറഞ്ഞാൽ നിർബന്ധമായതിലുണ്ടായിരിക്കേണ്ടതാണ്. അതിൽ കുറവ് ചുരുക്കാനും അതുപോലെ തന്നെ എണ്ണത്തിൽ ചുരുക്കാനും അള്ളാഹു അനുവാദം നൽകിയിട്ടുണ്ട്. യാത്രയും ഭയവും ഒരുമിച്ച് വരികയാണ് എങ്കിൽ, യാത്രയാണ് ശത്രുക്കളുടെ ആക്രമിക്കുമെന്നുള്ള ഭയവും ഒരുമിച്ചുണ്ട് എങ്കിൽ ഈ 2 രീതിയിലും ചെയ്യാം. നമ്മൾ മനസ്സിലാക്കണം, ഖസ്ർ 2 രീതിയിലുണ്ട്. ഒന്ന് എണ്ണത്തിൽ ചുരുക്കുന്നത്, 2 രൂപത്തിൽ ചുരുക്കുന്നത്. രണ്ടും ഈ സമയത്ത് അനുവദനീയമാണ്, യാത്രയും ഭയവും ഒരുമിച്ചുണ്ട് എങ്കിൽ. വഖസ്റ അൽ അദദി വഹ്ദഹു ഇദാ കാന സഫറൻ ലാ ഖൗഫ മഅഹു. എണ്ണം മാത്രം ചുരുക്കാൻ പറ്റുള്ളൂ. യാത്രയുണ്ട് പക്ഷേ ഭയമുണ്ടാകുന്ന ഒരു അവസ്ഥയില്ല എങ്കിൽ എണ്ണത്തിൽ മാത്രം ചുരുക്കാവുന്നതാണ്. വഖസ്റ അൽ അർകാനി വഹ്ദഹാ ഇദാ കാന ഖൗഫൻ ലാ സഫറ മഅഹു. രൂപത്തിൽ, അർക്കാനുകളുടെ രൂപത്തിൽ, നിസ്കാരത്തിന്റെ കോലത്തിൽ ചുരുക്കാം. അവന് ഭയം ഉള്ള സമയത്തിൽ, യാത്രയില്ല ഭയമുള്ള സമയത്തിൽ. വബിഹാദാ തുഅലമുൽ ഹിക്മതു ഫി തഖീദിൽ ഖസ്രി ഫിൽ ആയാതി ബിദ്ദർബി ഫിൽ അർളി വൽ ഖൗഫ്. ഇതാണ് നേരത്തെ പറഞ്ഞ ഈ ആയത്തിന്റെ, ഖൗഫ് സമയത്തുള്ള നിസ്കാരത്തിന്റെ ആയത്തിലുള്ള ഹിക്മത്ത് മനസ്സിലാക്കി തരുന്ന കാര്യം ഇതാണ്. അപ്പോ ഈ ആദ്യകാലങ്ങളിൽ സഹാബികൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് ഭയമുള്ള സമയത്ത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിസ്കാരം ചുരുക്കി നിസ്കരിക്കാൻ പറ്റുള്ളൂ എന്നാ. അതായത് എണ്ണത്തിലാണെങ്കിലും ശത്രുക്കളുടെ അക്രമം ഭയമുള്ള സമയത്ത് മാത്രമേ നിസ്കരിക്കാൻ പറ്റുള്ളൂ എന്നാണ്. ഒരിക്കൽ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കേണ്ടായി, യാ റസൂലല്ലാഹ് മാ ബാലുനാ നഖ്സുറു വഖദ് അമന്ന. നമുക്ക് നിർഭയത്വമുള്ള സമയത്ത് നമ്മൾ എന്തിനാ ചുരുക്കി നിസ്കരിക്കേണ്ടത് റസൂലേ എന്ന് ചോദിച്ചിട്ടുണ്ട്, യാത്രയുടെ സമയത്ത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദഖത്തുൻ തസദ്ദഖല്ലാഹു ബിഹാ അലൈക്കും ഫഖ്ബലൂ സദഖതഹു. അത് അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് നൽകിയ എന്താണ്, ഒരു സ്വതക്കയാണ്, നിങ്ങളത് സ്വീകരിച്ചുകൊള്ളുക. അപ്പൊ യാത്രക്കാരനായിരിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് നിസ്കാരം 2 റക്അത്തായി ചുരുക്കി നിസ്കരിച്ചാൽ മതി. ദുഹറും അസുറും ഇശാ ഒക്കെ 2 റക്അത്തായി ചുരുക്കി നിസ്കരിക്കലാണ് അവിടെ അഫ്ളൽ. യാത്രക്കാരനാകുമ്പോൾ, യാത്ര എന്ന നിലക്കുള്ള ഒരവസ്ഥയിൽ നമ്മളുള്ളപ്പോൾ അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. ദുഹറും അസുറും ഇശാവും എല്ലാം 2 റക്അത്തായി ചുരുക്കിയാണ് നിസ്കരിക്കേണ്ടത്. അള്ളാഹു നൽകിയ സ്വതക്കയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ നിസ്കാരത്തിന്റെ രൂപം, യുദ്ധസമയത്തുള്ള നിസ്കാരത്തിന്റെ രൂപമാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്. وكان من هديه في صلاة الخوف إذا كان العدو بينه وبين القبلة. ഇനി ഒരു സന്ദർഭം സ്വലാത്തുൽ ഖൗഫ് അത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യുദ്ധത്തിന് വേണ്ടി മുസ്ലിമീങ്ങളും ശത്രുക്കളും പരസ്പരം മുഖത്തോട് മുഖം നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എന്ന് വിചാരിക്കുക. അപ്പോ മുസ്ലിമീങ്ങൾ നിൽക്കുന്നത് ഖിബിലയുടെ ഭാഗത്തേക്കാണ്. അപ്പൊ മുസ്ലിമീങ്ങളുടെയും ഖിബിലയുടെയും ഇടയിലാണ് ശത്രുക്കൾ ഉള്ളത് എങ്കിൽ, മനസ്സിലായല്ലോ, മുസ്ലിമുകൾ യുദ്ധത്തിന് വേണ്ടി തിരിഞ്ഞു നിൽക്കുന്ന ഭാഗത്ത് ശത്രുക്കൾ മുന്നിലുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ അത് ഖിബിലയാണ് എങ്കിൽ, മുന്നിൽ ഖിബിലയാണെങ്കിൽ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്നാണ് ആദ്യത്തെ രൂപം. അപ്പോൾ മുസ്ലിങ്ങളുടെ മുമ്പിൽ ശത്രുക്കളുണ്ട്, അപ്പോൾ ഖിബിലയുടെ ഭാഗത്താണ് ശത്രുക്കൾ ഉള്ളത്. അപ്പോൾ മുസ്ലിമുകളുടെയും ഖിബിലയുടെയും ഇടയിൽ ശത്രുക്കൾ നിൽക്കുകയാണ്. അപ്പൊ എങ്ങനെ നിസ്കരിക്കണം? യുദ്ധം തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ വേണ്ടി പുതുക്കുന്ന സമയത്ത് എങ്ങനെ നിസ്കരിക്കണം? അയ്യസുഫൽ മുസ്ലിമീന ഖൽഫഹു സഫൈൻ. മുസ്ലിമീങ്ങൾ 2 സഫ ആയിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിൽ നിൽക്കണം. അഥവാ സ്വഹാബികളുടെ കാലത്ത് ചെയ്ത രൂപം പറയാം, എങ്ങനെയാണ് നിൽക്കേണ്ടത് ഇമാമിന്റെ പിന്നിൽ എന്ന് മനസ്സിലാക്കിയാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് അവർ നിസ്കരിച്ച രീതിയാണ്. സ്വഹാബികൾ 2 സഫകളിലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിൽ നിസ്കരിച്ചു. ഇനി ഒരു കാലത്ത് യുദ്ധം വരികയാണ് എങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ നിസ്കരിക്കുകയാണെങ്കിൽ ഒരാൾ ഇമാമ് നിൽക്കുകയും പിന്നിൽ എങ്ങനെയാണ് നിസ്കരിക്കേണ്ട രൂപം എന്നാണ് പറയുന്നത്. 2 സഫായിട്ട് നിൽക്കണം.
ഫയുകബ്ബിറ വയുകബ്ബിറൂന ജമീഅ. അങ്ങനെ ഇമാം അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തക്ബീർ ചൊല്ലുന്നു. മുസ്ലിമീങ്ങൾ രണ്ട് സഫിലായി നിൽക്കുന്ന മുസ്ലിമീങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുന്നു? തക്ബീർ ചൊല്ലി തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നു. ثم يركعون ويرفعون جميعا. ഒരുമിച്ച് തന്നെ ഇമാം റുക്കൂ പോകുമ്പോൾ റുക്കൂയിലേക്ക് പോകുന്നു. ഇമാം റുക്കൂയിൽ നിന്ന് ഉയരുമ്പോൾ മുസ്ലിമീങ്ങളും റുക്കൂയിൽ നിന്ന് ഉയരുന്നു. ثم يسجد أول الصف الذي يليه خاصة. പിന്നീട് ഇമാം സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ സഫിലുള്ള ആളുകൾ മാത്രം എന്ത് ചെയ്യുന്നു? ഇമാമിനോടൊപ്പം സുജൂദിലേക്ക് പോകുന്നു. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായി നിസ്കരിക്കുക, മുസ്ലിമീങ്ങൾ രണ്ട് സഫുകളിലായി നിൽക്കുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലേക്ക് പോകുമ്പോൾ ഒന്നാമത്തെ സഫിലുള്ള ആളുകൾ മാത്രം എന്തിനു പോകുന്നു? സുജൂദിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പം പോകുന്നു. വയഖൂമു സഫുൽ മുഅഖർ മുവാജിഹൽ അദുവ്. പിന്നിലുള്ള രണ്ടാമത്തെ സഫിലുള്ള ആളുകൾ ആയുധം ഏന്തിയിട്ടാണ് നിസ്കരിക്കുക. രണ്ടാമത്തെ സഫിലുള്ള ആളുകൾ ശത്രുക്കളുടെ മുന്നിലായിക്കൊണ്ട് അവരെ അഭിമുഖീകരിച്ച് അവിടെ നിൽക്കും. അപ്പൊ ഒരു സഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലാണ്, രണ്ടാമത്തെ സഫിലെ ആളുകൾ നിസ്കാരത്തിൽ തന്നെയാണ്, പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല? സുജൂദിലേക്ക് പോകുന്നില്ല, ശത്രുക്കളെ നേരിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഫൈദാ നഹള ലിസ്സാനിയ സജദ സഫുൽ മുഅഖർ സജ്ദതൈൻ. അങ്ങനെ രണ്ടാമത്തെ റക്അത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം എഴുന്നേൽക്കുകയും ഒന്നാമത്തെ സഫിലുള്ള മുസ്ലിമീങ്ങൾ എഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ ആ രണ്ടാമത്തെ സഫിൽ സുജൂദ് ചെയ്യാത്ത രണ്ടാമത്തെ സഫ് ഉണ്ടല്ലോ, അവര് വേഗം എന്ത് ചെയ്യുന്നു? രണ്ട് സുജൂദ് ചെയ്തിട്ട് വീണ്ടും എഴുന്നേറ്റ് നിൽക്കുന്നു. ثم قاموا فتقدموا الى مكان الصف الاول. പിന്നെ എന്ത് ചെയ്യുന്നു? രണ്ടാമത്തെ സഫിലുള്ള ആളുകൾ ഒന്നാമത്തെ സഫിലെ ആളുകൾ നിന്ന ഭാഗത്തേക്ക് വരികയും ഒന്നാമത്തെ സഫിലെ ആളുകൾ രണ്ടാമത്തെ സഫിലേക്ക് മാറുകയും ചെയ്യുന്നു. മനസ്സിലായല്ലോ? രണ്ടാമത്തെ സഫില് ഉണ്ടായിരുന്ന ആളുകൾ ഒന്നാമത്തെ സഫിലേക്ക് വരുന്നു, ഒന്നാമത്തെ സഫിലുള്ളവര് പിന്നിലേക്ക് പോകുന്നു. ഇമാം രണ്ടാമത്തെ റക്അത്തിന് എഴുന്നേറ്റ് നിൽക്കുന്ന സന്ദർഭത്തിലാണ്. വതഅഖറ സഫുൽ അവ്വൽ മകാനഹും ലിതഹ്സുല ഫളീലത്തു സഫിൽ അവ്വൽ ലിത്വായിഫതൈൻ. എന്തിനാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത്? ഒന്നാമത്തെ സഫിന്റെ ഫള് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്നാമത്തെ സഫിന്റെ ഫള് രണ്ടു കൂട്ടർക്കും കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വൽയുദ്രിക സഫ്ഫു സാനി മഅഹു സജ്ദതൈൻ ഫി സാനിയ. രണ്ടാമത്തെ റക്അത്തിൽ ആദ്യം പിന്നിലിരുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പം സുജൂദ് കിട്ടിയിട്ടില്ല, അവർ തന്നെ സുജൂദ് ചെയ്താണ്. അപ്പൊ രണ്ടാമത്തെ റക്അത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം സുജൂദ് കിട്ടാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇതിൽ എന്ത് മനസ്സിലാക്കാം? സഫുൽ അവ്വലിന്റെ ഒരു ഫള് നമ്മൾ മനസ്സിലാക്കണം. ജമാഅത്തായിട്ടുള്ള നിസ്കാരങ്ങളിൽ സഫുൽ അവ്വലിന്റെ ഫള് ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം അവർക്ക് വേണ്ടി 3 തവണ ഇസ്തിഗ്ഫാർ തേടുമ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് 1 തവണയാണ് തേടിയിരുന്നത്. അവർക്ക് വേണ്ടി 2 തവണ ദുആ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി 1 തവണയാണ് ദുആ ചെയ്തിരുന്നത്. അള്ളാഹുവും മലക്കുകളും സ്വലാത്ത് ചൊരിയുന്ന ആളുകളാണ് ഒന്നാമത്തെ സഫിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഒന്നാമത്തെ സഫ് ലഭിക്കാൻ നമ്മൾ എപ്പോഴും പരിശ്രമിക്കുന്ന ആളുകളായി മാറണം. സാന്ദർഭികമായി പറഞ്ഞെന്ന് മാത്രം. അപ്പൊ ഇപ്പൊ എന്തായി? ഇപ്പൊ യുദ്ധസന്ദർഭത്തിൽ നിൽക്കുന്നത് ആദ്യം ഒന്നാമത്തെ സഫിൽ ഉണ്ടായിരുന്നവർ പിന്നിലേക്കും രണ്ടാമത്തെ സഫിൽ മുന്നിലേക്കും വന്നു. അങ്ങനെ അവർ രണ്ടാമത്തെ റക്അത്ത് നിസ്കരിക്കും. ഇപ്പോൾ ആദ്യത്തെ സഫിൽ ആളുകൾ ഉണ്ടല്ലോ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്യുമ്പോൾ ആദ്യ സഫിൽ ഉണ്ടായിരുന്ന ഇപ്പോൾ രണ്ടാമത് നിൽക്കുന്ന ആളുകൾ അവിടെ തന്നെ നിൽക്കും, ശത്രുക്കളെ നേരിട്ടുകൊണ്ട് അവിടെ നിൽക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ സഫിൽ അവ്വൽ കൊടുത്തതുമായി ബന്ധപ്പെട്ട് വഹാദ ഗായത്തുൽ അദ്ൽ, ഇത് ഏറ്റവും വലിയ നീതിയാണ് എന്ന് പറയാണ്. فإذا ركع صنع الطائفتان كما صنعوا أول مرة. ആദ്യം ചെയ്തതുപോലെ വീണ്ടും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒന്നാമത്തെ സഫ്ഫാൽ സുജൂദിലേക്ക് പോവും, മറ്റവരവിടെ നിൽക്കും, അങ്ങനെ അവരിരിക്കും. فإذا جلس للتشهد. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ ഇമാം തശഹുദിന് വേണ്ടി ഇരിക്കുമ്പോൾ സജദ സഫുൽ മുഅഖറു സജ്ദതൈൻ. രണ്ടാമത്തെ ബാക്കിയുള്ള ആളുകൾ എന്താണ്? അങ്ങനെ തന്നെ നിൽക്കുകയാണ്, അവർ സുജൂദ് ചെയ്തിട്ടില്ല. അവര് വേഗം വന്നിട്ട് 2 സുജൂദ് ചെയ്തിട്ട് അവരും തശഹുദിൽ ഇരിക്കും. അപ്പോ ശത്രുക്കളുടെ മുന്നിലാണ് ഇരിക്കുന്നത്. തശഹുദിന് എല്ലാവരും ഇരിക്കും. വലഹിഖൂഹു ഫി തശഹുദ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം തശഹുദിൽ എത്തുകയും ഫസല്ലമ ബിഹിം ജമീഅ. അവരെല്ലാവരുടെയും ഒപ്പം ആയിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? സലാം വീട്ടുകയും ചെയ്യും. അതാണ് ഒരു രൂപം. യുദ്ധസമയത്ത് അല്ലെങ്കിൽ ഭയമുള്ള സന്ദർഭത്തിലുള്ള നിസ്കാരത്തിന്റെ ഒരു രൂപം ഇങ്ങനെയാണ്. ഇനി ഇപ്പൊ ഖിബിലയുടെ ഭാഗത്താണ് ശത്രുക്കളെങ്കിലാണ് ഇങ്ങനെ നിസ്കരിക്കുക. ഇനി വൈൻ കാനൽ അദുവ്വു ഫീ ഗൈരി ജിഹത്തിൽ ഖിബില. നീ ഖിബിലയുടെ ഭാഗത്തല്ലെങ്കിലോ ഇങ്ങനെ നിസ്കരിക്കാൻ പറ്റുമോ?
പറ്റൂല. കാരണം ഖിബില നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ശത്രുക്കൾ പിന്നെ എന്ത് ചെയ്യും? ആക്രമിക്കും. ഇത് ശത്രുക്കളുടെ നേരിട്ട് അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ശത്രുക്കളുടെ ആക്രമണം പെട്ടെന്ന് വരാത്തത്. അപ്പോ ഖിബിലയുടെ ഭാഗത്തല്ല ശത്രുക്കൾ നിൽക്കുന്നത് എങ്കിൽ എങ്ങനെയാണ് ഈ സഹാബികളെ കൊണ്ട് നിസ്കരിക്കേണ്ടത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യവും ജമാഅത്ത് നിസ്കാരത്തിന്റെ പ്രാധാന്യമാണ്. യുദ്ധസമയമാണ്. ഇപ്പൊ എന്ത് പറയാൻ വേണമെങ്കിൽ എല്ലാവരും അവരവർക്ക് പറ്റുന്ന പോലെ ഒറ്റക്കൊറ്റക്ക് നിസ്കരിച്ചാൽ മതി എന്ന് പറയാം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സ്വഹാബികളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സന്ദർഭത്തിൽ ജമാഅത്തായി നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ജമാഅത്ത് നിസ്കാരം അല്ലാത്തപ്പോൾ, അമ്നുള്ളപ്പോൾ, നിർഭയത്വമുള്ളപ്പോൾ വളരെ ഗൗരവത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇനി ഖിബലയുടെ ഭാഗത്തല്ല എങ്കിൽ എങ്ങനെയാണ് നിസ്കരിക്കുക എന്നാണ്. ഫഇന്നഹു കാന താറതൻ യജ്അലുഹും ഫിർഖതൈൻ. ചില സന്ദർഭങ്ങളിൽ, ചില യുദ്ധങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത് സ്വഹാബികളെ രണ്ട് ഗ്രൂപ്പാക്കും, രണ്ട് ഫിർഖത്താക്കും, രണ്ട് ഗ്രൂപ്പാക്കും. ഫിർഖതൻ ബിഇസാഇൽ അദു, ഒരു സംഘം ശത്രുക്കളെ നേരിട്ടുകൊണ്ട് ശത്രുക്കളോക്ക് മുഖം തിരിഞ്ഞുകൊണ്ട് അവിടെ നിൽക്കും. വഫിർഖതൻ തുസല്ലി മഅഹു, ഒരു വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിസ്കരിക്കുകയും ചെയ്യും. ഒരു വിഭാഗം നിസ്കരിക്കും. ഫതുസല്ലി മഅഹു ഇഹ്ദൽ ഫിർഖതൈൻ റകഅതൻ. എങ്ങനെയാണ് നിസ്കരിക്കുക? സ്വഹാബികളെ രണ്ട് ഗ്രൂപ്പാക്കി. ഒരു ഗ്രൂപ്പ് ശത്രുക്കളെ എതിരായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്, ഒരു ഗ്രൂപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നുണ്ട്. ആ നിസ്കരിക്കുന്ന ആ ടീം ഒരു റകഅത്ത് നിസ്കരിക്കും. ആ സ്വഹാബികൾ ഒരു റകഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കും. ثم تنصرف في صلاتها الى مكان الفرقه الاخرى. പിന്നീട് ആ നിസ്കാരത്തിൽ നിന്ന് ഒരു റകഅത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടിയിട്ടില്ല, ഈ സ്വഹാബികളും സലാം വീട്ടിയിട്ടില്ല. അതാണ് അർക്കാനുകളുടെ ചുരുക്കം എന്ന് പറഞ്ഞാൽ. അവരവിടെ നിന്ന് മാറി ആ ശത്രുക്കളോട് തിരിഞ്ഞിരിക്കുന്ന ആ സ്വഹാബികളുടെ ഭാഗത്തേക്ക് പോകും. ആ സ്വഹാബികൾ ആരാണോ അങ്ങോട്ട് നിൽക്കുന്നത്, വതജിഉൽ ഉഖ്റ ഇലാ മകാനി ഹാദിഹി ഫതുസല്ലി മഅഹു റകഅത സാനിയ. ആ നേരത്തെ ശത്രുക്കളോട് നേരിട്ട് നിന്ന ആളുകൾ രണ്ടാമത്തെ റകഅത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം പിന്നിൽ വരികയും രണ്ടാമത്തെ റകഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുകയും ചെയ്യും. അപ്പൊ ആദ്യത്തെ വിഭാഗം ഒരു റകഅത്ത് നിസ്കരിച്ച് അവിടെ പോയി നിന്നു, നിസ്കാരം തീർന്നിട്ടില്ല. അപ്പൊ രണ്ടാമത്തെ റകഅത്തിലേക്ക് അവിടെ നിന്നിരുന്ന വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർന്നു. അപ്പൊ ഈ ഓരോ വിഭാഗവും ഓരോ റകഅത്ത് നിസ്കരിച്ചിരിക്കുകയാണ്. ثم تسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ സലാം വീട്ടിക്കഴിഞ്ഞാൽ وتقضي كل طائفة ركعة بعد سلام الإمام. ഇമാം സലാം വീട്ടിയതിനു ശേഷം ഈ വിഭാഗം ഒരു റകഅത്ത് നിസ്കരിക്കണം. എന്നിട്ട് ആ ഭാഗത്ത് നിൽക്കുമ്പോൾ മറ്റേ വിഭാഗം എന്ത് ചെയ്യും? ഒരു റകഅത്ത് നിസ്കരിക്കും. വേറെ വേറെ ആയിട്ട് ഓരോ റകഅത്ത് കൂടിയും നിസ്കരിക്കും. അങ്ങനെ ഒരു സമയത്ത് ചെയ്തിട്ടുണ്ട്. മറ്റൊരു സന്ദർഭത്തിൽ വതാറതൻ യുസല്ലി ബിഇഹ്ദ ത്വായിഫതൈൻ റകഅതൻ. മറ്റൊരു സന്ദർഭത്തിൽ നിസ്കരിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് വിഭാഗമായിട്ട് ഒരു വിഭാഗത്തിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കും. ثم يقوم الى الثانيه. എന്നിട്ട് രണ്ടാമത്തെ റകഅത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിൽക്കുന്ന സന്ദർഭത്തിൽ വതഖ്ദീഹി റകഅതൻ വഹുവ വാഖിഫുൻ. ആ വിഭാഗം ഉണ്ടല്ലോ, നിസ്കരിക്കുന്ന വിഭാഗം ഉണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ ഇമാം നിൽക്കുന്ന സന്ദർഭത്തിൽ പിന്നിലുള്ള ആ വിഭാഗം അവർ ഇമാമിനോടൊപ്പമല്ലാതെ അവർ ഒറ്റയ്ക്ക് തന്നെ ജമാഅത്തായിട്ട് തന്നെ അവർ രണ്ടാമത്തെ റകഅത്ത് നിസ്കരിച്ച് അവരെന്ത് ചെയ്യും? വതുസല്ലിമു ഖബല റുകൂഇഹി. രണ്ടാമത്തെ റകഅത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അവർ റകഅത്ത് നിസ്കരിച്ച് എന്ത് ചെയ്യും? സലാം വീട്ടും. അവർ സലാം വീട്ടും. വതഅതി ത്വായിഫത്തുൽ ഉഖ്റ. എന്നിട്ട് അവർ മാറി നിൽക്കും, അവർ ശത്രുക്കളുടെ നേരിട്ട് നിൽക്കും. അപ്പൊ മറ്റേ വിഭാഗം വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം രണ്ടാമത്തെ റകഅത്തിൽ ചേരും. ഫതുസല്ലി മഅഹു അർറകഅത സാനിയ. അങ്ങനെ രണ്ടാമത്തെ റകഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അവർ നിസ്കരിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാമത്തെ റകഅത്തും പിന്നിൽ നിസ്കരിക്കുന്നവരുടെ ഒന്നാമത്തെ റകഅത്തുമാണ്. ഫഇദാ ജലസ ഫി തശഹുദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തശഹുദിന് ഇരിക്കുമ്പോൾ പിന്നിൽ നിസ്കരിക്കുന്നവർ ഖാമത്ത്, അവർ എഴുന്നേൽക്കും. ഫഖലത് റകഅതൻ, അവർ ഒരു റകഅത്ത് കൂടി നിസ്കരിക്കും. വഹുവ യൻതളിറുഹാ ഫി തശഹുദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തശഹുദിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. അവർ നിസ്കരിച്ച് അവർ തശഹുദിൽ എത്തുന്നവരെ സലാം വീട്ടാതെ അവിടെ നിൽക്കും. ഫഇദാ തശഹദത് സല്ലമ ബിഹിം. അങ്ങനെ അവർ തശഹുദിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ ഒപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം വീട്ടും. ഈ ഒരു രൂപത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധസമയത്ത് നിസ്കരിച്ചിട്ടുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കണം, ഈ നിസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ രൂപവും അതിന്റെ ദിക്റുകളും തന്നെ ഒരു അത്ഭുതമാണ്. ആ സമയത്താണ് യുദ്ധസമയത്ത് ഇങ്ങനെയൊക്കെ നിസ്കരിക്കണം എന്ന് കൂടിയും വരുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കും, ഇതൊന്നും ഒരു മനുഷ്യന്മാർക്ക് പിന്നെ ഒരു ദുഹറിന്റെയും അസറിന്റെ ഇടയിലും നിയമാക്കി തരാൻ പറ്റുന്ന ഒരു കാര്യമല്ല, ഒരിക്കലും സാധിക്കൂല. അപ്പൊ വഹീന്റെ അടിസ്ഥാനത്തിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചിട്ടുള്ള രീതികളാണ്. ഇപ്പോ ഖിബലയുടെ നേർക്കാണെങ്കിലുള്ള രീതി നമ്മൾ പറഞ്ഞു, അതൊരു രീതിയിൽ പറഞ്ഞു, അല്ലാത്ത രണ്ട് രീതികൾ പറഞ്ഞു. ഇനി മറ്റൊരു രൂപം ഖിബലയുടെ നേർക്കല്ലെങ്കിൽ കേട്ടോ, ഖിബലയുടെ നേർക്കാണ് ശത്രുക്കൾ നിന്നെങ്കിൽ ഒരു രൂപത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ, അതല്ലെങ്കിൽ ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ അടുത്തത് അതിൽ മൂന്നാമത്തേത് വതാറത്തൻ കാന യുസല്ലി ബിഇഹ്ദ ത്വായിഫതൈനി റക്അതൈനി വയുസല്ലിമു ബിഹിം. ചില സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത് രണ്ട് ഗ്രൂപ്പാക്കി ഉണ്ടാവും. എന്നാലും ഒരു കൂട്ടർ അവിടെ എന്ത് വേണം, ശത്രുക്കളോട് പിന്നെ അവരുടെ ഏറ്റുമുട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ അക്രമം പ്രതീക്ഷിച്ച് അതിന് പ്രതിരോധിച്ച് നിൽക്കുന്ന ആളുകളായിട്ടുണ്ടാവണം. അതിൽ ഒരു വിഭാഗത്തിനെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 റക്അത്ത് നിസ്കരിക്കും, പൂർണ്ണമായി 2 റക്അത്ത് നിസ്കരിക്കും, സലാം വിട്ടും. വതഅത്തിലുഖറ, എന്നിട്ട് അവർ പോയി ശത്രുക്കളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ മറ്റേ വിഭാഗം വരും. ഫയുസല്ലി ബിഹിം റക്അതൈനി വയുസല്ലിം, അവരോടൊപ്പം വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും, 2 റക്അത്ത് നിസ്കരിച്ച് സലാം വിട്ടും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടാവും. 2 റക്അത്ത് ഒരു വിഭാഗത്തിനോടൊപ്പം, 2 റക്അത്ത് വേറെ വിഭാഗത്തിനോടൊപ്പം, അവർക്ക് രണ്ടുപേർക്കും പൂർണ്ണമായി ജമാഅത്ത് കിട്ടുന്ന ഒരവസ്ഥ. മറ്റൊരു രൂപം വതാറത്തൻ കാന യുസല്ലി ബിഇഹ്ദ ത്വായിഫതൈനി റക്അതൻ. ചില സന്ദർഭത്തിൽ ചെയ്തിട്ടുള്ളത്, ഇതൊക്കെ ഒന്നുകൂടി വിരളമായിട്ടുള്ള ഒരു രീതിയാണ്, ഒരു വിഭാഗത്തിനോടൊപ്പം എന്ത് ചെയ്യും, 1 റക്അത്ത് നിസ്കരിക്കും, അവർ സലാം വീട്ടി പോകും. ഒരു വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം 1 റക്അത്ത് നിസ്കരിച്ച് അവർ സലാം വീട്ടി പോകും. സുമ്മ തദ്ഹബു വലാ തഖ്ളി ഷൈഅൻ, പിന്നെ 1 റക്അത്ത് അവർ നിസ്കരിക്കൂല, 1 റക്അത്ത് മാത്രമായി ചുരുക്കും, 1 റക്അത്ത് മാത്രമായിട്ട്. വതജീഉൽ ഉഖ്റ, എന്നിട്ട് രണ്ടാമത്തെ വിഭാഗം വരും. ഫയുസല്ലി ബിഹിം റക്അതൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാമത്തെ റക്അത്തിൽ അവർ വന്നു ചേർന്ന് അവർ നിസ്കരിക്കും. ഫയകൂനു വലാ തഖ്ളി ഷൈഅൻ, അവരും വീണ്ടും നിസ്കരിക്കൂല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം തശഹുദ് സലാം വിട്ടും പിന്നെ നിസ്കരിക്കൂല. ഫയകൂനു ലഹു റക്അതാൻ, അങ്ങനെ 2 റക്അത്ത്. വലഹും റക്അത്തുൻ റക്അത്തുൻ, ഒരു വിഭാഗത്തിനോടൊപ്പം റക്അത്ത്, മറ്റൊരു വിഭാഗത്തിനോടൊപ്പം റക്അത്ത്. ഇങ്ങനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും രൂപങ്ങളാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ കിതാബിൽ പറയുന്നത്. എന്നിട്ട് പറയാണ് വഹാദിഹിൽ ഔജഹു കുല്ലുഹാ തജൂസു അസ്സലാത്തു ബിഹാ, ഈ പറഞ്ഞ രീതിയിലൊക്കെ ഈ സ്വലാത്തുൽ ഖൗഫ് നിസ്കരിക്കൽ അനുവദനീയമാണ്. അത് ഓരോ യുദ്ധത്തിന്റെ സന്ദർഭവും സാഹചര്യവും സ്ഥലവും സമയവും എല്ലാം പരിഗണിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഈ തരത്തിൽ നിസ്കരിക്കാൻ സാധിക്കുള്ളൂ. അത് ആ സമയത്തിന്റെയും ഘട്ടത്തെയും അനുസരിച്ചുകൊണ്ടാണ് ഇത്രയും വ്യത്യസ്ത രൂപത്തിൽ വന്നിട്ടുള്ളത്. ഖാല അഹ്മദ്, ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, സിത്തത്തു ഔജുഹിൻ ഔ സബ്അത്തുൻ തുർവാ ഫീഹാ കുല്ലുഹാ ജായിസത്തുൻ, 6 or 7 രൂപങ്ങൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്, അതെല്ലാം ജായിസ് ആയിട്ടുള്ള രൂപമാണ്. വലാഹിറു ഹാദാ, ഇതിന്റെ ഏറ്റവും ബാഹ്യമായി നമ്മൾ മനസ്സിലാക്കുന്നത് അന്നഹു ജവ്വസ അൻ തുസല്ലിയ കുല്ലു ളായിഫത്തിൻ മഅഹു റക്അതൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിന് അനുവാദം കൊടുത്തിട്ടുണ്ട്, 1 റക്അത്ത് മാത്രം ഒരു വിഭാഗത്തിന് നിസ്കരിക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. ലാ തഖ്ലി ഷൈഅൻ വലാ തഖ്ലി ഷൈഅൻ, പിന്നീട് എന്ത് കൊടുക്കാതെ അത് പൂർത്തീകരിച്ച് നിസ്കരിക്കാതെ 1 റക്അത്ത് മാത്രം നിസ്കരിച്ച രീതിയും വന്നിട്ടുണ്ട്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ് വഹാദാ മദ്ഹബു ജാബിറിൻ, ഇതാണ് ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് വഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ഒക്കെ മദ്ഹബ്. വമദ്ഹബു താവൂസ് വമുജാഹിദ് വൽഹസൻ വഖതാദ വൽഹകം വഇസ്ഹാഖ്, അഹ്ലുസുന്നയുടെ മുഫസ്സിരീങ്ങളും ഇമാമിങ്ങളുമായിട്ടുള്ള ആളുകളാണ്. ഇവരൊക്കെ ഈ രീതിയിലും നിസ്കരിക്കാം എന്ന് പറഞ്ഞ ആളുകളാണ് എന്ന് പറയാണ്. ഞാൻ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കാറുള്ളത് പോലെ ഇത് സാദുൽ മആദ് എന്നുള്ള യഥാർത്ഥ കിതാബിന്റെ മുഖ്തസറാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ ഈ ഇമാമിങ്ങളുടെ പേര് ഇത്രമാത്രം കൊടുക്കുമ്പോൾ ഇതെന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് വിചാരിക്കേണ്ട. കാരണം ഇവരുടെ അഭിപ്രായങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടാണ് ഈ ഒരു അവസാനത്തിൽ ഇത് പറയുന്നത്. നമ്മൾ അവസാനത്തെ ഭാഗം മാത്രമേ വായിക്കുന്നുള്ളൂ, അഥവാ ചർച്ച ചെയ്തതിന്റെ ഖുലാസ. അപ്പൊ യഥാർത്ഥ കിതാബിൽ ഇവരുടെ അഭിപ്രായങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ഭാഗം മാത്രം കൊടുക്കുന്നത്. വഖദ് റുവിയ ഫീഹാ സിഫാത്തുൻ ഉഖർ തർജിഉ കുല്ലുഹാ ഇലാ ഹാദിഹി, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് ഇതല്ലാത്ത രൂപങ്ങളും ഈ സ്വലാത്തുൽ ഖൗഫുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഇതിലേതെങ്കിലും ഒരു രൂപത്തിനോട് സാമ്യത തോന്നുന്ന രീതിയിലാണെന്ന് മാത്രം. വഖദ് ദക്കറഹാ ബഅ്ദുഹും 10, ചില പണ്ഡിതന്മാർ 10 രൂപം പറഞ്ഞിട്ടുണ്ട്. വദക്കറഹാ ഇബ്നു ഹസം നഹ്വ 15 സിഫത്തൻ, ഇബ്നു ഹസം റഹിമഹുല്ലാഹ് 15 രൂപത്തിൽ ഭയത്തിന്റെ സമയത്തുള്ള നിസ്കാരം പഠിപ്പിച്ചിട്ടുണ്ട്. വസ്സഹീഹ് മാ ദക്കറന, അതിൽ ഏറ്റവും ശരിയായത്
നാം ഈ പറഞ്ഞിട്ടുള്ള രൂപങ്ങളാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയാണ്. വഹൗലായി കുല്ലമാ റഅൂ ഇഖ്തിലാഫ അർവാത്ത് ഫീ ഖിസ്സ ജഅലൂ ദാലിക വുജൂഹൻ മിൻ ഫിഅലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഭിപ്രായ വ്യത്യാസങ്ങൾ വരാനുള്ള കാരണം ഒരുപാട് സന്ദർഭങ്ങളിലുള്ള പല റിവായത്തുകളും പല കഥകളിലും വന്നതുകൊണ്ടാണ് ഇത്രയും അഭിപ്രായ വ്യത്യാസങ്ങൾ വരാനുള്ള കാരണം എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയാണ്. അപ്പൊ ഇത്രയുമാണ് സ്വലാത്തുൽ ഖൗഫുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പൊ ഈ കിതാബിൽ തന്നെ നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക ചർച്ച ചെയ്യുന്ന ഓരോ നിസ്കാരങ്ങളും, നമ്മൾ ഗ്രഹണസ്കാരം പറഞ്ഞു, ഗുഹാസ്കാരം പറഞ്ഞു, ജമാഅത്ത്, ജുമുഅ, റവാത്തിബ് സുന്നത്തുകൾ, സുന്നത്ത് ഈദിന്റെ നിസ്കാരവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നിസ്കാരത്തിന്റെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഫസിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നത് ഇസ്ലാം കാര്യത്തിലെ മൂന്നാമത്തെ റുക്നായിട്ടുള്ള സകാത്തുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഫസ്ലുൻ ഫീ ഹദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സകാത്ത്. സകാത്തുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അടുത്തത് പറയുന്നത്. ഇവിടെ സകാത്ത് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഞാൻ ഒരുപാട് ഈ അടുത്ത കാലത്ത് പരിചയപ്പെട്ട ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് വന്ന ആളുകൾ, അതിൽ 2-3 പേർ അവർ എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് വന്നത് അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാവരും ആദ്യം പറഞ്ഞൊരു കാര്യം സക്കാത്ത് എന്നായിരുന്നു. കുറച്ച് വിദ്യാഭ്യാസവും അറിവൊക്കെ ഉള്ള ആളുകളാണ്, അഥവാ കുറച്ച് ഭൗതികമായിട്ട് അറിവുള്ള ആളുകളാണ്. അതിൽ അവർ പറഞ്ഞൊരു കാര്യം, ഇടപെട്ടായ ആളുകളോട് അങ്ങനെ ചോദിക്കും, എന്താണ് അവർക്ക് ഏറ്റവും മനസ്സിൽ തട്ടിയ ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായ സംഭവങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് നല്ലൊരു അനുഭവമായിരിക്കും. അപ്പൊ ഞാൻ 2-3 ആൾക്കാരോട് ഈ അടുത്ത് ചോദിച്ചു, അവരൊക്കെ പറഞ്ഞത് സക്കാത്താണ്. കാരണം സക്കാത്ത് എന്നുള്ളതിന്റെ അകത്തുള്ള ഒരു ഹിക്മത്ത്, അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന, ഒരു വ്യക്തി പറഞ്ഞാണ്, സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു മാറ്റം, അതിന്റെ കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ ഒരു കണക്കധ്യാപകൻ ഉണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അതിന്റെ ഒരു യാഥാർത്ഥ്യം ആലോചിച്ചപ്പോൾ ഇസ്ലാമാണ് ശരി, കൂടുതൽ പഠിച്ചപ്പോൾ ഇസ്ലാമാണ് ശരി എന്ന് മനസ്സിലായിട്ടാണ് ഇസ്ലാമിലേക്ക് വന്നത് എന്ന് പറയുകയുണ്ടായി. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ വളരെ ചിന്തിക്കേണ്ട, വളരെയധികം നന്മയുണ്ടാക്കുന്ന, വളരെ ഹിക്മത്തുള്ള, അള്ളാഹു നമ്മുടെ മേലെ നിയമമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് സക്കാത്ത് എന്നുള്ളത്. സക്കാത്തുമായി ബന്ധപ്പെട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകകൾ നമ്മൾ ഈ കിതാബിലുള്ള ഭാഗത്തിലൂടെ മാത്രം ചുരുക്കി പോവുകയാണ്. കാരണം സക്കാത്ത് മാത്രം വിശദീകരിക്കുക എന്നുള്ളത് വളരെ ആഴത്തിലുള്ള വേറെ കാര്യങ്ങളാണ്. അത് അല്ലാതെയുള്ള ഫിഖഹിന്റെ ദർസുകളിൽ കേട്ട് പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഈ കിതാബിൽ അതിനെപ്പറ്റി പരാമർശിക്കുന്ന ആ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. കാന ഹദീഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീഹാ അക്മൽ ഹദി. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയാണ്, സക്കാത്തിന്റെ വിഷയത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾ, മാതൃക എന്നുള്ളത് ഏറ്റവും പരിപൂർണമായിട്ടുള്ളതാണ്. ഫി വഖ്തിഹാ, അത് നൽകേണ്ട സമയം എന്ന നിലക്ക്. എപ്പോഴും സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഒരാഴ്ചയിലോ മാസത്തിലോ ഉണ്ടോ? ഇല്ല. അത് ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതിന് കൃത്യമായ ഒരു സമയം, ഒരു ഹൗലുണ്ട്. 1 വർഷം തികയുമ്പോൾ നൽകിയാൽ മതി എന്നുള്ള ഒരു ഹൗല് നിശ്ചയിച്ചിട്ടുണ്ട്, അതിനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വഖദ്രിഹ, അത് കൊടുക്കുന്ന അളവ്, അത് എത്ര അളവിലായിരിക്കണം എന്നുള്ളത്. ഒരിക്കലും നൽകുന്ന ആൾക്ക് ഏതെങ്കിലും തരത്തിൽ അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരളവ് ദീനിൽ നിശ്ചയിച്ചിട്ടില്ല. അതുപോലെ തന്നെ അത് ലഭിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന രീതിയിലാണ് അതെന്ത് ചെയ്തിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ദീനിൽ നിയമമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നിസ്വാബിഹ, അത് എത്ര വരുമ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. എല്ലാ ആളുകളും ഇങ്ങനെ സക്കാത്ത് കൊടുക്കണോ? ഏതൊരാളും കൊടുക്കണോ? ഇല്ല. അവൻ ഒരു സമ്പത്ത് എത്ര വേണം, എത്ര ഉണ്ടാകണം അത് കൊടുക്കാൻ എന്നുള്ളതിന് കൃത്യമായ ഒരു നിർണയവും നിർണയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വമൻ തജിബു അലൈഹി വമസ്രിഫിഹ, ആരുടെ മേലെയാണ് അത് നിർബന്ധം എന്നുള്ളിടത്തും ആർക്കാണത് കൊടുക്കേണ്ടത് എന്നുള്ളിടത്തും എല്ലാം കൃത്യമായിട്ടുള്ള അധ്യാപനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാഗത്ത് നിന്ന് ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ സക്കാത്ത് എന്ന് പറഞ്ഞാൽ അത് ആ പദത്തിന്റെ അർത്ഥം അറിയിക്കുന്നത് യഥാർത്ഥത്തിൽ ഒന്നെങ്കിൽ പരിശുദ്ധപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഒരർത്ഥം നർച്ചർ ചെയ്യുക, അതായത് തന്മിയത്ത്, വളർത്തിക്കൊണ്ടുവരുന്ന ഒരു കാര്യം എന്ന് സക്കാത്തിന് അർത്ഥമുണ്ട്. ഒരു കാര്യത്തെ വളർത്തിക്കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അധികരിപ്പിക്കുന്നത് എന്ന അർത്ഥം സക്കാത്തിനുണ്ട്. അതല്ലെങ്കിൽ രണ്ടാമത്തെ അർത്ഥം ശുദ്ധീകരണം എന്നുള്ളതാണ്. ഈ രണ്ടർത്ഥവും സമ്പത്ത് നൽകുന്നതിന്, യഥാർത്ഥത്തിൽ സദഖ എന്നുള്ള പദം ഖുർആനിലൊക്കെ സക്കാത്തിനാണ് ഉപയോഗിക്കാറുള്ളത്.
പൊതുവെ ഉപയോഗിക്കാറുള്ളത്. ഐച്ഛികമായി കൊടുക്കുന്ന ഒഴിച്ചു കഴിഞ്ഞാൽ പൊതുവെ സദഖ എന്ന് പറയുന്നത് സക്കാത്തിനാണ്. അപ്പോൾ അത് സ്വന്തം സമ്പത്തിനെ ശുദ്ധീകരിക്കുന്നതും അത് വർദ്ധിക്കാൻ കാരണമാകുന്നതും അതിലെ ബറക്കത്ത് നിലനിർത്തുന്നതുമായ കാര്യമാണ് സക്കാത്ത് എന്നുള്ളത്. ഇനി സക്കാത്തുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒരു ആമുഖം മനസ്സിലാക്കാൻ വേണ്ടി 4 തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് സക്കാത്ത് അല്ലാഹു തആല നിർബന്ധമാക്കിയിട്ടുള്ളത്. അഥവാ ഒരു മനുഷ്യൻ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന അവന്റെ വരുമാന മാർഗത്തിൽ ഏറ്റവും ഉണ്ടാകുന്ന 4 കാര്യങ്ങൾക്കാണ്, അല്ലെങ്കിൽ ഒരാളെ സമ്പന്നനാക്കുന്ന 4 കാര്യങ്ങളിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഒന്നാമത്തേത് നമുക്കറിയപ്പെടുന്ന നമ്മുടെ പണത്തിന്റെ എല്ലാം അടിസ്ഥാനമായിട്ടുള്ള 2 ജൗഹറുകൾ, അദ്ദഹബ് വൽ ഫിദ്ദ, അഥവാ സ്വർണവും വെള്ളിയും. ഈ സ്വർണവും വെള്ളിയുമാണ് മൊത്തത്തിൽ ഈ സാമ്പത്തിക എല്ലാത്തിന്റെയും അടിസ്ഥാനം. അപ്പൊ നമ്മൾ പണം എന്ന് കൊടുക്കുന്നതിന്റെ ഒക്കെ അടിസ്ഥാനം എന്തുമേ നിൽക്കുന്നത്? സ്വർണത്തിന്റെ മേലെയാണ്. അപ്പോ ആ സ്വർണവും വെള്ളിയും അഥവാ ആ മൂല്യം വരുന്ന സമ്പത്ത് അതിന് കൊടുക്കേണ്ട സക്കാത്ത്. അതുപോലെ തന്നെ അൽ ഹബൂബ് വസിമാർ, ധാന്യങ്ങളും പഴവർഗ്ഗങ്ങളും. ഈ ധാന്യങ്ങളും പഴവർഗ്ഗങ്ങളും മനസ്സിലാക്കുമ്പോൾ വരുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കണം, എല്ലാ ധാന്യങ്ങൾക്കും എല്ലാ പഴവർഗ്ഗങ്ങൾക്കും എന്തില്ല? സക്കാത്തില്ല. 2 നിബന്ധന ഉണ്ട്. ഒന്ന്, അളന്ന് നോക്കാൻ പറ്റുന്നതായിരിക്കണം. അതുപോലെ തന്നെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നതായിരിക്കണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഗോതമ്പ്, ബാർലി, അരി അങ്ങനെ എടുത്തു വെക്കാൻ പറ്റുന്ന ധാന്യങ്ങളായിരിക്കണം. ഇനി പഴവർഗ്ഗങ്ങൾ നോക്കുകയാണെങ്കിൽ അളക്കാനും സൂക്ഷിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നതാവണം. അതിൽ പ്രധാനമായിട്ടുള്ളത് എന്താണ്? ഈത്തപ്പഴം, അതുപോലെ തന്നെ ഉണക്കമുന്തിരി, അങ്ങനെയുള്ള പഴങ്ങൾക്കാണ്. എല്ലാ പഴങ്ങൾക്കും സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് ആ കൃഷി നടത്തുന്ന ആളുകൾക്ക് അത് എടുത്തു വെക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. മൂന്നാമത്തേത് ബഹീമത്തുൽ അൻആം, കന്നുകാലികൾ, ഒട്ടകം, പശു, ആട്. ഈ 3 വിഭാഗത്തിൽ വരുന്ന കന്നുകാലികൾക്ക് വേറെ ഏതെങ്കിലും ജീവിക്ക് സക്കാത്ത് കൊടുക്കണോ? ഒരാൾക്ക് കുറെ കുതിരണ്ട്, അതിന് സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഒട്ടകം, പശു, ആട്, ഇതിനാണ് സക്കാത്തുള്ളത്. നാലാമത്തേത് ഉറൂദ് തിജാറ, കച്ചവട സാമഗ്രികൾ. അതെന്ത് സാധനമാണെങ്കിലും, അത് പഴവർഗ്ഗമാണെങ്കിൽ ആ കച്ചവട സാമഗ്രികൾ എന്ന നിലക്കുള്ള സക്കാത്ത് വരും. പഴവർഗ്ഗം കൃഷി നടത്തുന്ന ആളുടെ മേലെയല്ല, അത് കച്ചവടം ചെയ്യുന്ന സാധനം എന്താണെങ്കിലും ആ കച്ചവട വസ്തു എന്ന നിലക്ക്, അതിപ്പോ സ്വർണമാണെങ്കിലും അല്ലെങ്കിൽ വേറെന്താ പല കടകളുണ്ടല്ലോ, വസ്ത്രമാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്ത് സാധനം, ഭൂമിയാണെങ്കിലും കാറാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും കച്ചവടം ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് ഒരു സക്കാത്ത് ഉണ്ട്. ഈ 4 കാര്യങ്ങൾക്കാണ് സക്കാത്ത് ഇസ്ലാമിൽ നിർബന്ധമായിട്ടുള്ളത്. ഇനി ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതിലേക്ക് കടക്കാം. വഖദ് റാഅ ഫീഹാ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ലഹത്തുൽ അർബാബിൽ അംവാൽ വമസ്ലഹത്തുൽ മസാകീൻ. ഈ ഒരു സക്കാത്ത് എന്നുള്ള ആ രീതിയിൽ വലിയ മസ്ലഹത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്, അഥവാ ഈ ദീനിൽ പഠിപ്പിച്ചിട്ടുള്ളത്. അത് അർബാബിൽ അംവാൽ, സമ്പത്തിന്റെ ഉടമസ്ഥർക്ക് അഥവാ സക്കാത്ത് കൊടുക്കുന്ന ആൾക്കും അതിൽ മസ്ലഹത്തുണ്ട്. അതുപോലെ തന്നെ മസ്ലഹത്തുൽ മസാകീൻ, ദരിദ്രരായ ആളുകൾക്കും അഥവാ ഈ സക്കാത്ത് വാങ്ങുന്ന ആളുകൾക്കും അതിൽ മസ്ലഹത്തുണ്ട്. കാരണം ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ സമൂഹത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്നുള്ളത്. ആ സ്ഥിതി മെച്ചപ്പെടാനും അതിൽ യഥാർത്ഥ രീതിയിൽ ആളുകൾക്കെല്ലാം ലഭിക്കാനും അതുപോലെ തന്നെ സമ്പന്നർക്ക് സമ്പന്നരായി തന്നെ നിൽക്കാനും ദരിദ്രർക്ക് അവരുടെ ദാരിദ്ര്യം നീക്കം ചെയ്യാനും എല്ലാത്തിനും ഉപകരിക്കുന്ന ഒരു സമൂഹത്തിന്റെ മൊത്തം നിലനിൽപ്പിന് ഉപകരിക്കുന്ന ഒരു കാര്യമാണ് സക്കാത്ത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നൽകുന്ന ആളുകൾക്ക് ഭൗതികമായിട്ടും മസ്ലഹത്ത് ഉണ്ടാകും, ഇനി അതല്ല ദീനീപരമായിട്ടുള്ള മസ്ലഹത്തുകളും അവിടെ ഉണ്ടാകും. അപ്പൊ എല്ലാ രീതിയിലും നന്മ വരുത്തുന്ന ഒരു കാര്യമായിട്ടാണ് സക്കാത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. വജഅലഹു അല്ലാഹു സുബ്ഹാനഹു വതആല തുഹ്റതൻ ലിൽമാലി വലിസ്വാഹിബിഹി. ഈ സക്കാത്തിനെ അല്ലാഹു സുബ്ഹാനഹു വതആല ആ സക്കാത്ത് നൽകുന്ന ആൾക്കും അയാളുടെ സമ്പത്തിനും ഒരു ശുദ്ധീകരണമായിട്ടാണ് വെച്ചിട്ടുള്ളത്. ആ സമ്പത്തിനെ ശുദ്ധീകരിക്കാൻ. വഖയ്യദ നിഅമത ബിഹാ അലൽ അഗ്നിയ. അതുപോലെ തന്നെ ഈ സമ്പന്നർക്ക് സക്കാത്ത് കൊടുക്കുന്നത് വഴി കൂടുതൽ അനുഗ്രഹമാണ് ലഭിക്കുന്നത്. ഫമാ സാലത്തിൻ നിഅമതു ബിൽ മാലി അലാ മൻ അദ്ദാ സകാതഹു ബൽ യഹ്ഫദുഹു അലൈഹി വയുനമ്മിഹ്. സക്കാത്ത് കൊടുക്കുന്ന ആൾക്ക് ആ സമ്പത്തിലുള്ള നിഅമത്ത് ഒരിക്കലും കുറയുന്നില്ല.
അത് നിലനിൽക്കുകയും അത് കൂടുതൽ വർദ്ധിക്കുകയും ചെയ്യുക എന്നല്ലാതെ ഒരിക്കലും അതിലൊരു കുറവും വരാത്ത രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നൽകുന്നവർക്ക് അതിനെ സംവിധാനിച്ചിട്ടുള്ളത്. ثم إنه جعلها في 4 أصناف من المال. നമ്മൾ നേരത്തെ പറഞ്ഞത് 4 കാര്യങ്ങളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തു വെച്ചിട്ടുള്ളത്? സകാത്ത് നൽകാൻ വെച്ചിട്ടുള്ളത്. അഥവാ സമ്പത്തിന്റെ സ്രോതസ്സായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വരുമാനമായിട്ടുള്ള 4 കാര്യങ്ങളിൽ. വഹിയ അക്സറുൽ അംവാലി ദൗറൻ ബൈനൽ ഖൽഖ്. ആ 4 കാര്യങ്ങളാണ് സാമ്പത്തിക സ്രോതസ്സായിട്ട് അല്ലെങ്കിൽ സമ്പത്തായിട്ട് ആളുകളുടെ ഇടയിൽ ഏറ്റവും ഉപയോഗിക്കുന്നത്. വഹാജത്തുഹും ഇലൈഹ ദറൂരിയത്തുൻ. കാരണം ആ കാര്യങ്ങളിലേക്ക്, ഈ പറഞ്ഞ 4 കാര്യങ്ങളിലേക്ക് മനുഷ്യൻ ആവശ്യക്കാരനാകുക എന്നുള്ളത് ദറൂരിയത്തിൽപ്പെട്ടതാണ്. നിർബന്ധമായും അതിലേക്ക് അവൻ ആവശ്യക്കാരനായിരിക്കും. ആ 4 നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അഹദുഹ, അതിൽ ഒന്നാമത്തേത് അസ്സർഉ വസ്സിമാർ, ധാന്യങ്ങളും പഴവർഗ്ഗങ്ങളും. വസാനി ബഹീമത്തുൽ അൻആം, കന്നുകാലികൾ, ഒട്ടകം, പശു, അതുപോലെ തന്നെ ആട് വരുന്നത്. അസാലിസ്, മൂന്നാമത്തേത് അൽ ജൗഹറാനി ലദാനി ബിഹിമാ ഖിവാമുൽ ആലം വഹുമാ ദഹബ് വൽ ഫിദ്ദ. ഭൂമിയിലെ മൊത്തം സാമ്പത്തിക അടിസ്ഥാനപരമായിട്ടുള്ള, അത് ഇന്നല്ല എല്ലാ കാലഘട്ടത്തിലും അതാണ്. നമ്മൾ പലപ്പോഴും ആയിരിക്കും സ്വർണത്തിന് എന്തിന് എത്ര ഒരു മൂല്യം കാണുന്നത്, ഇത്ര വില കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇത്ര വില കൂടുന്നതും മാറ്റം വരുന്നതും, അല്ലെങ്കിൽ ഇത്ര ഒരു അടിസ്ഥാനമായത്. കാരണം എല്ലാ സാമ്പത്തിക സ്രോതസ്സിന്റെയും അടിസ്ഥാനം എന്നുള്ളത് സ്വർണ്ണമാണ്. സ്വർണവും വെള്ളിയാണ്. വെള്ളി എന്നുള്ളത് അധികം ഉപയോഗത്തിലില്ല എങ്കിലും ആ സ്വർണത്തിന്റെ പോലെ തന്നെ ആ അളവിലേക്ക് മൂല്യത്തിൽ നിൽക്കുന്ന 2 കാര്യങ്ങളാണത്. അതാണ് ദീനാർ ദിർഹം എന്ന് പറയുന്നത്. ദിനാർ എന്ന് പറഞ്ഞാൽ സ്വർണവും, ദിർഹം എന്ന് പറഞ്ഞാൽ വെള്ളിയാണ്. അതിന്റെ കൃത്യമായ ഒരു അളവിൽ എടുക്കുന്നത്. അപ്പൊ അതൊരു സാമ്പത്തിക സ്രോതസ്സാണ് ആ 2 അറാബി, 4മത്തേത് അംവാലു തിജാറ അൽ ഇഖ്തിലാഫി അൻവാഇഹ, കച്ചവടത്തിന് ചെയ്യുന്ന കാര്യം, വസ്തു എന്താണോ അതേതാണെങ്കിലും അതും. ഈ 4 കാര്യങ്ങൾക്കാണ് സകാത്തുള്ളത്. ثم إنه أوجبها مرة كل عام. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിട്ടുള്ളത് വർഷത്തിൽ ഒരിക്കൽ കൊടുക്കുക എന്നുള്ളതാണ്. വർഷത്തിൽ ഒരിക്കൽ ആണ് സക്കാത്ത് കൊടുക്കേണ്ടത് പൊതുവായിട്ടുള്ളത്. വജഅല ഹൗല സിമാരി വസ്സർഇ, എന്നാൽ ധാന്യങ്ങളുടെയും പഴവർഗ്ഗങ്ങളുടെയും നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അതിന് ചില നിബന്ധനകളുണ്ട്. ഒന്ന്, അളന്നു നോക്കാൻ പറ്റുന്നതായിരിക്കണം, അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്ന ധാന്യങ്ങൾക്കും പഴവർഗ്ഗങ്ങൾക്കേ സക്കാത്തുള്ളൂ. അല്ലാത്ത എന്ത് സാധനം എത്ര കൃഷി ചെയ്താലും എന്തില്ല, സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അവനത് സ്റ്റോക്ക് ചെയ്ത് ഒരു നിശ്ചിത ഒരുപാട് കാലത്തേക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റണം. പെട്ടെന്ന് കേടുവന്ന് പോകുന്ന പഴവർഗ്ഗങ്ങളാവട്ടെ പച്ചക്കറി ആവട്ടെ അതിനൊന്നും എന്തില്ല, സക്കാത്തില്ല. അത് കൃഷി ചെയ്യുന്ന ആളുകൾക്ക് കേട്ടോ, കച്ചവടം ചെയ്യുന്ന ആൾക്ക് വരും, കച്ചവട സാമഗ്രി എന്ന നിലക്ക് വരും. പറഞ്ഞത് ക്ലിയർ ആയില്ലേ? അതായത് ഇപ്പോ അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ പഴവർഗ്ഗങ്ങളൊക്കെ അല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുന്ന ആളുകൾ, ആ കൃഷിക്കാർ സക്കാത്ത് കൊടുക്കേണ്ടത് സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്കായിരിക്കണം. കച്ചവടക്കാരിപ്പോ ഒരു പച്ചക്കറി കച്ചവടക്കാരുണ്ട്, അവൻ കച്ചവടം ചെയ്തിട്ട് ഇന്ന് കാശുണ്ട്,
ആ കാശിന് എന്ത് കൊടുക്കണം? അതിന്റെ കണക്ക് കൃത്യമായിട്ട് സക്കാത്ത് കൊടുക്കണം. പക്ഷെ കൃഷി ചെയ്ത് വിളവെടുക്കുമ്പോൾ കൊടുക്കാണ് സക്കാത്ത് സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്ന ഈത്തപ്പഴം, മുന്തിരി പോലെയുള്ള കാര്യങ്ങൾക്കാണ്. അപ്പൊ അങ്ങനെ കായ്ക്കനികളുടെയും ധാന്യങ്ങളുടെയും സക്കാത്ത് എന്തനുസരിച്ചിട്ടല്ല, സാധാരണ ഒരു വർഷം 12 മാസം തികയുന്നതനുസരിച്ചിട്ടല്ല. എങ്ങനെയാണ്? അത് അതിന്റെ പൂർണ്ണമായ വലുപ്പത്തിലെത്തി നമ്മൾ വിളവെടുക്കുമല്ലോ, കൃഷി വിളവെടുക്കുമല്ലോ. ആ വിളവെടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? അതിന്റെ സക്കാത്ത് കൊടുക്കണം. കാരണം അത് നമ്മൾ ചെലവഴിക്കുന്ന, വിറ്റുപോകുന്ന, ഭക്ഷിക്കുന്ന അങ്ങനെ ഉള്ള വസ്തുക്കളാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ സക്കാത്ത്, ഈ കായ്ക്കനികളുടെ സക്കാത്ത് അത് വിളവെടുക്കുന്ന സന്ദർഭത്തിലാണ്. അല്ലാഹു തആല ഖുർആനിൽ തന്നെ വാതു ഹഖഹു യൗമ ഹസാദിഹി, വിളവെടുക്കുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ സക്കാത്ത് കൊടുക്കണം. അതിനൊരു വർഷം കാത്തു നിൽക്കുന്ന കണക്കില്ല, വിളവെടുപ്പാണ് അതിന്റെ കാലാവധി. വഹാദാ അഅ്ദലു മാ യകൂൻ, ഇത് ഏറ്റവും നീതിപൂർവമായിട്ടുള്ളതാണ്. കാരണം ആ വസ്തുക്കൾ അതല്ലാതെ കൊടുക്കാൻ പറ്റൂല, അതല്ലാതെ സക്കാത്തിന്റെ ഒരു സമയം വരൂല. കാരണം സ്റ്റോക്ക് ചെയ്ത് വെച്ചാലും പോകുന്നതോ അങ്ങനെ എടുത്ത് ഒരു വർഷത്തോളം എടുത്തു വെച്ചിരിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വിളവെടുക്കുന്ന സമയത്താണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇത് വുജൂബുഹാ കുല്ല ശഹ്രിൻ ഔ ജുംഅത്തിൻ മിമ്മാ യുദിറു ബിഅർബാബിൽ അംവാൽ. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, അതിന്റെ ഉള്ളിൽ ഒരു ഹിക്മത്ത് പറയാണ്, എങ്ങാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മാസത്തിലും ഓരോ ആഴ്ചയിലും സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃഷി ചെയ്യുന്ന ആളുടെ അവസ്ഥ എന്തായിരിക്കും? അവനോട് ചെയ്യുന്ന ദോഷമായിരിക്കും. ഇനി ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കൊടുത്താൽ മതി എന്ന് പറയുകയാണെങ്കിലോ അത് മിസ്കീനുകൾക്ക്, അതിന് അർഹരായിട്ടുള്ള ആളുകൾക്കും ഒരു ഉപദ്രവമായി തീരും. അപ്പൊ കൃത്യമായി ഓരോന്നിനും ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയാം, ഈ പഴവർഗ്ഗങ്ങളിൽ അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് നേട്ടം എടുത്തുകൊണ്ടുണ്ടാകുന്ന, വിളവെടുത്തുകൊണ്ടുണ്ടാകുന്ന വസ്തുക്കളിൽ സക്കാത്ത് കൊടുക്കുന്നതിൽ അതിന് ചില കണക്കുകളും കുറച്ച് കണക്കും അതുപോലെ തന്നെ അവൻ എത്ര പണിയെടുക്കുന്നു എന്നതിനൊക്കെ പരിഗണിച്ചിട്ടാണ് സക്കാത്തിൻ്റെത്. അഥവാ എല്ലാ കൃഷിക്കും ഒരുപോലെയല്ല സക്കാത്ത്. ആ ഒരു കൃഷി നടത്തുന്നതിൽ ആ കൃഷി നടത്തിയ അതിന്റെ മുതലാളി എത്ര പണിയെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ എത്ര, ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ ഒരു കൃഷിയുണ്ട്, ഒരു ഈന്തപ്പനത്തോട്ടം എന്ന് വിചാരിക്കാം. അയാൾക്ക് പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ സംവിധാനിച്ചിട്ടുള്ള അരുവി മുഖേന അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെള്ളത്തിന്റെ സൗകര്യം മുഖേന അതിൽ വെള്ളം ലഭിച്ചിട്ട് തന്നെ വളരുന്ന, അഥവാ പ്രത്യേകിച്ച് വെള്ളം കോരി ഒഴിക്കുകയോ ഒന്നും ചെയ്യേണ്ട അങ്ങനെ വളരുന്ന ഒരു കൃഷിയുണ്ട്. എന്താ വേറൊരാള്, അയാൾ എങ്ങനെയാണ്? അയാള് വെള്ളം പ്രത്യേകം കോരി കൊണ്ടുവന്ന് ഒഴിച്ച് അല്ലെങ്കിൽ അതിനുവേണ്ടി വേറെ പണിയെടുത്ത് വേറെ ആൾക്കാരെ വെച്ച് ജോലി വെച്ച് അതിന്റെ ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്ത് അങ്ങനെ ചെയ്യുന്ന ആളാണ്. അപ്പൊ രണ്ടുപേർക്കും അളവെടുത്ത് കിട്ടിയ ഒരേ അളവിലാണോ സക്കാത്ത്? അല്ല, രണ്ടു കൂട്ടർക്കും വ്യത്യസ്തമാണ്. ഒന്നാമത്തെ ആൾക്ക് 10 കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആൾക്ക്, അല്ലെങ്കിൽ 10 പകുതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ 10 4 കൊടുത്താൽ മതിയാകും. അഥവാ ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അരുവി ഒഴിക്കൽ കൊടുക്കുകയാണെങ്കിൽ 20 ഒരു ഭാഗം സക്കാത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ ആൾക്ക് 40 ഒരു ഭാഗം സക്കാത്ത് കൊടുത്താൽ മതി. വ്യത്യാസമുണ്ട്, അത് പറയും. അപ്പോ പറഞ്ഞത് ഓരോ ആളുകൾക്കും അവരെടുക്കുന്ന പണി അനുസരിച്ചിട്ടും അതുപോലെ തന്നെ അളവനുസരിച്ചിട്ടും ഒക്കെ വ്യത്യസ്തമായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട് കൃഷിയുടെ ഇനത്തിൽ. ഫൗജബൽ ഖുമുസ ഫീമാ സാദഫഹുൽ ഇൻസാനു മജ്മൂഅൻ മുഹസ്സലൻ വഹുവ റികാസു. ഭൂമിയിൽ നിന്ന് ലഭിക്കുന്നതിൽ 1/5 സക്കാത്ത് കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. കിട്ടിയതിൽ 1/5 സക്കാത്ത് കൊടുക്കണം. 1/5 സക്കാത്ത് കൊടുക്കണം. അഥവാ 1/5 പറയുമ്പോൾ 20% സക്കാത്ത് കൊടുക്കേണ്ടി വരുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? അരിക്കാസ് അഥവാ നിധി എന്നൊക്കെ പറയില്ലേ. ഇപ്പൊ ഒരാൾക്ക് ഭൂമിയുണ്ട്, ആ ഭൂമി അയാൾ എന്തിനോ വേണ്ടി കുഴിച്ചു നോക്കിയപ്പോൾ അയാൾക്ക് എന്ത് കിട്ടി? നിധി കിട്ടി. അഥവാ മുൻകാലത്ത് എടുത്തു വെച്ചിട്ടുള്ള എന്തെങ്കിലും സ്വർണ്ണ നാണയങ്ങളോ വെള്ളി നാണയങ്ങളോ വിലപിടിപ്പുള്ള എന്തെങ്കിലും കിട്ടി. നമ്മുടെ നാട്ടിൽ അതിന് വേറെ നിയമങ്ങളായിരിക്കും. ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ അയാളുടെ സ്ഥലത്ത് അങ്ങനെ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ 1/5 എന്ത് ചെയ്യണം? ബൈത്തുൽ മാലിലേക്ക് കൊടുക്കണം. ദരിദ്രരായ ആളുകൾക്ക് നൽകാൻ വേണ്ടി ബൈത്തുൽ മാലിലേക്ക് കൊടുക്കണം. ബാക്കി 4 അയാൾക്ക് ഉപയോഗിക്കാം. അയാളുടെ അധീനത്തിൽ അയാൾക്ക് കിട്ടും. അപ്പൊ അയാൾ എന്താണ്? അയാൾ പ്രത്യേകിച്ച് പണിയൊന്നും എടുത്തിട്ടില്ല. അയാൾ എന്തെങ്കിലും പണിയെടുത്ത് കിട്ടിയതാണോ? അല്ല. അതുകൊണ്ട് തന്നെ 1/5 എന്നുള്ളത് വലിയൊരു ഭാഗമാണ്. അപ്പൊ അത് എന്ത് ചെയ്യണം? കൊടുക്കണം. വലം യഅ്തബിർ ലഹു ഹൗലൻ, അവന് പിന്നൊന്നില്ല. അവൻ ആ കിട്ടിയ സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർന്നു. പിന്നെ കൊല്ലം കൊടുക്കണോ? വേണ്ട. ആ കിട്ടിയ സമയത്ത് അത് കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ അത് തീർന്നു. ഇനി വരുന്നത് വഔജബ നിസ്ഫഹു വഹുവൽ ഉശ്റു ഫീഹാ കാന മശഖഹു തഹ്സീലിഹി ഫൗഖ ദാലിക്. അപ്പോൾ ഇത് ഒന്നും ചെയ്യാതെ കിട്ടിയതാണ്, അതുകൊണ്ടാണ് 1/5.
ഇനി കുറച്ച് പണി മാത്രം എടുത്തിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ 10 കൊടുക്കണം. കുറച്ച് കൃഷി ഒന്ന് ധാന്യം പിന്നെ ധാന്യമല്ല എന്താണ് വിളവ് നടത്താൻ വേണ്ടി വിത്ത് പാകി ചെറിയ പണി മാത്രം എടുത്തു. ബാക്കിയുള്ള വെള്ളമൊക്കെ അരുവിയിൽ നിന്നും ബാക്കിയുള്ള സൗകര്യങ്ങൾ അള്ളാഹ് ഒരുക്കിയ സൗകര്യത്തിൽ നിന്ന് കിട്ടി. അങ്ങനെയുള്ള ഒരാൾക്ക് അതിന്റെ ഇരട്ടി അഥവാ 1/5 പകുതി അഥവാ 10 കൊടുക്കേണ്ടത്. വദാലിക ഫി സിമാരി വസ്സുറൂ, ധാന്യങ്ങളിലും പഴവർഗ്ഗങ്ങളിലും. അല്ലതി യുബാശിറു ഹർസഹാ വയതവല്ലല്ലാഹു സഖിഹാ ബിലാ കുൽഫത്തി മിനൽ അബ്ദ്. അള്ളാഹു ഒരുക്കിയിട്ടുള്ള വെള്ളത്തിന്റെ സൗകര്യത്തിൽ നിന്ന് കൃഷി നടത്തുന്ന ആളുകൾ, പ്രത്യേകിച്ച് അവൻ വെള്ളം കൊണ്ടൊന്നും ഒഴിച്ചിട്ടില്ല, വെള്ളത്തിന് അവൻ പണം കൊടുക്കേണ്ടി വന്നിട്ടില്ല, അങ്ങനെ പ്രത്യേകിച്ച് അവൻ വിതച്ചു കൊയ്തു, അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ചെയ്യുന്ന ആൾക്ക് 10 സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പൊ വിളവെടുത്ത് കിട്ടിയതിന്റെ 10. ഇവിടെ മനസ്സിലാക്കണം, വിളവെടുത്ത് കിട്ടുന്നത് കുറച്ചാണെങ്കിലല്ല സക്കാത്ത്. എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാല് 5 ഔസുക്കാണ്. 5 ഔസുക്ക എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ കിലോഗ്രാമിന്റെ കണക്കിൽ 750 കിലോഗ്രാം ഉണ്ടെങ്കിൽ എന്ത് കൊടുക്കണ്ടുള്ളൂ? സക്കാത്ത് കൊടുക്കണ്ടുള്ളൂ. കൃഷി ചെയ്ത് കിട്ടുന്നത് പിന്നെ ഈത്തപ്പഴമോ അല്ലെങ്കിൽ ധാന്യം എന്താണോ അത് 750 കിലോഗ്രാമോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യേണ്ടത്? ഈ പറഞ്ഞ സക്കാത്ത് കൊടുക്കേണ്ടത്. വൗജബ നിസ്ഫൽ ഉശ്രി ഫീമാ യതവല്ലൽ അബ്ദു സഖയഹു ബിൽ കുൽഫതി വദ്ദവാലി വന്നവാദിഹ് വനഹ്വിഹാ. നിസ്ഫൽ ഉശ്ർ 10 പകുതി, 10 പകുതി കൊടുക്കേണ്ടത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് 20 അത് കൊടുക്കണം. അതാർക്കാണ്? കൃഷി നടത്തുന്നവൻ വെള്ളം ഒഴിക്കാനും വെള്ളം കോരാനൊക്കെ പ്രത്യേകം അവൻ പണിയെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ വെള്ളം എവിടുന്നേലും വാങ്ങിയിട്ട് കൊണ്ടുവന്ന് ഒഴിച്ചതാണ്, അതായത് പ്രകൃതിയാ ഉള്ള സ്രോതസ്സൊന്നും ഇല്ലാതെ വെള്ളം ഒഴിച്ചവനാണ് എങ്കിൽ അവൻ കൊടുക്കേണ്ടത് 10 പകുതിയാണ്, അഥവാ 1/20 ഭാഗമാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. വൗജബ നിസ്ഫ ദാലിക്, അതിന്റെയും പകുതി കൊടുത്താൽ മതി. വഹുവ റുബുൽ അശ്ർ, അഥവാ 4/10 അഥവാ 40 فيما كان النماء فيه موقوفا على عمل متصل من رب المال. ആ കൃഷി ചെയ്ത കാര്യത്തിലേക്ക് എപ്പോഴും പണിയെടുത്ത് അതിനു വേണ്ടിയിട്ട് കുറെ പരിശ്രമിച്ച് കുറെ പണിയെടുത്ത ആൾ. മുതതാബിഇൻ ബിദ്ദർബി ഫിൽ അർദ്, അതിനു വേണ്ടി കുറെ യാത്ര ചെയ്തിട്ടുണ്ട്. താറത്തൻ വൽ ഇദാറത്തി താറത്തൻ, അതിന്റെ മേൽനോട്ടത്തിന് പണിക്കാരെ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ ജോലിക്കാരെ വെച്ചിട്ടുണ്ട്. അബി തറബ്ബുസി താറത്തൻ, പിന്നെ അത് പിന്നെന്താ കുറെ പണി അതിലെടുത്തിട്ടുണ്ട്. അവന്റെ ചെലവ് കൊണ്ട് കുറെ പണി അതിലെടുത്തിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള കൃഷിയാണ് എങ്കിൽ അവൻ 10/4 അഥവാ 40 എന്ത് കൊടുത്താൽ മതി? സക്കാത്ത് കൊടുത്താൽ മതി. ഇങ്ങനെയാണ് ധാന്യങ്ങളുടെ എല്ലാം സക്കാത്തിന്റെ അവസ്ഥ എന്നുള്ളത്. ثم إنه لما كان لا يحتمل كل مال المواساة جعل المال الذي يحتمل هو المواساة نسبا مقدرة المواساة فيها لا تجحف بأرباب الأموال وتقع موقعها من المساكين. അത് ഓരോ സമയത്തും അതിന്റെ കൃത്യമായ നിലക്ക് ആണ്, അതിന്റെ അളവനുസരിച്ചിട്ടാണ് ആ സക്കാത്ത് നൽകേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം പിന്നെ 5 ഔസുഖ്, 5 ഔസുഖ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്ഖ് എന്ന് പറഞ്ഞാൽ 60 സാ ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാഇന്റെ കണക്ക് പ്രകാരം 60 സാ ആണ് ഒരു ഔസുഖ്. അങ്ങനെ 5 ഔസുഖ് എന്ന് പറഞ്ഞാൽ 300 സാ. 300 സാഇന് ഇന്നത്തെ കിലോഗ്രാമിന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ 750 കിലോഗ്രാം ആകുമ്പോഴാണ്, 750 കിലോഗ്രാം കൃഷിയെടുത്ത് വിളവ് കിട്ടിയിട്ടുണ്ടെങ്കിലാണ് ഈ പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ 10 അല്ലെങ്കിൽ 20 അല്ലെങ്കിൽ 40 അവനെടുത്ത പണിയുടെ അവസ്ഥ അനുസരിച്ചിട്ട്. ഒരു പണിയെടുക്കാതെ ഉണ്ടായതാണെങ്കിൽ 10 കുറച്ച് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ 20 കുറെ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ 40 അവൻ കൊടുത്താൽ മതി. ഈ 5 ഔസുഖ് അഥവാ 750 കിലോഗ്രാം ഉള്ള ആ വിളവ് അവന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ കുറവുള്ളതിന് എന്ത് ചെയ്യണ്ട? സക്കാത്ത് കൊടുക്കണ്ട. അവന് സദഖ കൊടുക്കാം, അവന്റെ ഇഷ്ടമാണ്. സദഖയായിട്ട് അവന് കൊടുക്കാം, അവന്റെ മേലെ നിർബന്ധമില്ല, അവന്റെ മേലെ നിർബന്ധമാകുന്നില്ല. അപ്പോ അത് പിന്നെ ആ സന്ദർഭത്തിലാണ് മിസ്കീനുകൾക്കായിട്ടുള്ള അല്ലെങ്കിൽ സക്കാത്തിന്റെ അവകാശികൾക്ക് നൽകേണ്ടത്. ഇതാണ് കൃഷിയുമായി ബന്ധപ്പെട്ട് ധാന്യങ്ങളുമായി ബന്ധപ്പെട്ട് സക്കാത്തിന്റെ ഒരു ചുരുക്കം വരുന്നത് ഇത്രയുമാണ്. കൂടുതൽ സക്കാത്തിന്റെ ഫിഖഹിന്റെ ദർസുകളിൽ നിങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ഇനി സ്വർണം, വെള്ളി, അതുപോലെ കന്നുകാലികൾ, പിന്നെ അതുപോലെ കച്ചവട സാമഗ്രികൾ, ഇതൊന്നും കച്ചവട സാമഗ്രികൾ എന്നൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് മസാലകളുണ്ട്. ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള നിയമം മാത്രം പറയുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും അവ ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ.
سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.